बिस्मिल्लाहिर्रहमानिर्रहीम मिनश्शैतानिर्रजीम बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन अल-फ़ातिहि लिमा उलिक़ वल ख़ातिमि लिमा सबक़ नासिरिल हक़्क़ि बिल हक़्क़ वल हादि इला सिरातिकल मुस्तक़ीम व अला आलिहि हक़्क़ क़द्रिहि व मिक़दारिहिल अज़ीम या हिम्मतश शैख़ उज़्रि लना बिहाज़ल महज़रि वल्तअतिफ़ी बिनज़रतिन तअती लना बिल्ज़फ़रि अल्लाहुम्मा इन्नी अस्तौदिउक जमीअ मा अंज़ुरुहु फ़ी हाज़ल किताबि हत्ता तरुद्दहु अलय्य फ़ी वक़्ति इह്തിയാജി ഇലൈഹി. കഴിഞ്ഞ ഇറാൻ്റെ ദർസിൽ നമ്മൾ സിയാറത്തിനെ കുറിച്ചായിരുന്നു വിശദീകരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് തിജാനികൾക്ക് സിയാറത്ത് പറ്റാത്തത്, അതുപോലെ തന്നെ സിയാറത്ത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സക്കാരുടെ എടുത്ത് പോകാൻ പറ്റുമോ, തിജാനികളല്ല ചികിത്സക്കാരുടെ അടുത്ത് പോകാൻ പറ്റുമോ, പറ്റുമെങ്കിൽ ആർക്ക് പറ്റും ആർക്ക് പറ്റില്ല, അതുപോലെ പിന്നെ നമ്മളെ ഭാര്യ ഭർത്താവ് അവരൊക്കെ തിജാനികളല്ലെങ്കിൽ അവർ സിയാറത്തിന് പോയാൽ എന്തായിരിക്കും, അതിൻ്റെ വിധി എന്തായിരിക്കും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളെ ത്വരീഖത്തിൻ്റെ രണ്ടാമത്തെ നിബന്ധനയിലേക്കുള്ള ഒരു അതിനെ ഒന്ന് തുടങ്ങി വെക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഫൽ മുരീദു അൽതസമ അവ്വലൻ, മുരീദിനെ സംബന്ധിച്ചിടത്തോളം മുരീദ് പിന്നെ നിർബന്ധമായി അവൻ ചെയ്യണം തുടക്കത്തിൽ. അദമ സിയാറത്തി ആയിരു ഷെയ്ഖി, തൻ്റെ ഷെയ്ഖല്ലാത്ത ഒരാളെ അവൻ സിയാറത്ത് ചെയ്യാൻ പാടില്ല. ഷെയ്ഖല്ലാത്ത ആളുകളെ പൂർണ്ണമായി സിയാറത്ത് ചെയ്യുന്നത് അവൻ പൂർണ്ണമായി ഒഴിവാക്കണം. വ ആയിരി ഹദ്റത്തിൽ അംബിയ ഇവൽ മലായികത്തി വ സ്വഹാബത്തി കമാ തഖദ്ദം, എന്നാൽ ഇതിൽ അമ്പിയാക്കന്മാരും മലക്കുകളും സ്വഹാബക്കളും ഒഴിവാണ്. നമുക്ക് അമ്പിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാം, മലക്കുകളെ സിയാറത്ത് ചെയ്യാം, സ്വഹാബാക്കളെ സിയാറത്ത് ചെയ്യാം. അവരല്ലാത്ത ആളുകളെ ഷെയ്ഖല്ലാത്ത ഈ ആളുകളല്ലാത്തവരെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല പൂർണ്ണമായും. ഫയൽസമു അലൈഹി മിൻ നഖ്ളി ഹാദ ഷർത്ത് അൽ ഖുറൂജ് മിൻ ഹദ്റത്തി ഷെയ്ഖി ലിഅന്നഹു ഖദ് ഖാന മിൻ അഹദി. അതുകൊണ്ട് തന്നെ ഫൽ യൽസമു അലൈഹി മിൻ നഖ്ളി ഹാദ ഷർത്ത്, ഈ ഷർത്തിനെ, ഈ നിബന്ധനനെ ഒരിക്കലും അവൻ തെറ്റിക്കാൻ പാടില്ല. അത് നിർബന്ധമാണ്. ആരെങ്കിലും ഈ നിബന്ധനയൊക്കെ പാലിച്ചുകൊണ്ട് ത്വരീഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനൊരിക്കലും ഈ ത്വരീഖത്തിൻ്റെ നിബന്ധന തെറ്റിക്കാൻ പാടില്ല. അൽ ഖുറൂജ് മിൻ ഹദ്റത്തി ഷെയ്ഖി, അവൻ്റെ ഷെയ്ഖല്ലാത്ത ഒരാളിലേക്ക് അവൻ്റെ ഈ നിബന്ധന തെറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ലിഅന്നഹു ഖദ് ഖാന മിൻ അഹദ്, അത് അവൻ അള്ളാഹുവിൻ്റെ മേലിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിനെ വഞ്ചിക്കുന്നത് പോലെയാണ്. അവൻ ഷെയ്ഖുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം ഷെയ്ഖല്ലാത്തവരെ സന്ദർശിക്കാൻ പോകുന്നത്, സിയാറത്ത് ചെയ്യാൻ പോകുന്നത്, അത് ആ ഉടമ്പടിയിനോട് അവൻ കാണിക്കുന്ന വഞ്ചനയാണ്. വദുനൂബ് ശുയൂഖ് ലാ തഗ്ഫർ, ഷെയ്ഖന്മാരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും പൊറുക്കപ്പെടില്ല. നമ്മൾ പേഴ്സണലായി ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരും, പക്ഷേ ഷെയ്ഖന്മാരോട് ചെയ്യുന്ന അള്ളാഹു പുറത്തു തരില്ല. അപ്പോൾ ആരെങ്കിലും സിയാറത്ത് ചെയ്യില്ല എന്ന് ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി, ഷെയ്ഖന്മാരോട് ഉടമ്പടി ഉണ്ടാക്കി അടുത്ത ദിവസം പോയി സിയാറത്ത് ചെയ്താൽ അത് ചെറിയ സിയാറത്തല്ലേ എന്ന് വിചാരിക്കുന്നതല്ല അതിൻ്റെ യഥാർത്ഥ രൂപം. നമ്മളത് ഷെയ്ഖിനോടുണ്ടാക്കിയ ഉടമ്പടിയാണ്, റസൂലുള്ളാഹിയോടുണ്ടാക്കിയ ഉടമ്പടിയാണ്, അള്ളാഹിനോടുണ്ടാക്കിയ ഉടമ്പടിയാണ്. അത് തെറ്റിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ പാപം ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റായിരിക്കും. കാരണം അത് പൊറുക്കപ്പെടില്ല. ദുനൂബ് ശുയൂഖ് ലാ തഗ്ഫർ, ഷെയ്ഖന്മാരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കപ്പെടില്ല. വഹിയ ഇൽതിഫാത്തു ഇലാ ഐരിഹിം, ഷെയ്ഖന്മാരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താ? അത് അവരല്ലാത്തവരിലേക്ക് നമ്മൾ തിരിയലാണ്. ലിഅന്നൽ ഇൽതിഫാത അൻ ഹദ്റത്തി ഷെയ്ഖി ഇൽതിഫാത്തുൻ അൻ ഹദ്റത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും തൻ്റെ ഷെയ്ഖിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, മറ്റൊരാളിലേക്ക് അവൻ തിരിഞ്ഞു കളഞ്ഞാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് തിരിയുന്നത് പോലെയാണ്. കാരണം വഹുവ സാഹിബു ഹാദിഹി ത്വരീഖ, കാരണം ഈ ത്വരീഖത്തിൻ്റെ വക്താവ്, ഈ ത്വരീഖത്തിൻ്റെ ഉടമസ്ഥൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. മുറബ്ബിഹ, ഈ ത്വരീഖത്തിലെ യഥാർത്ഥ മുറബ്ബി
അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഹാദിറുൻ ലി അഹ്ലിഹ, അതുപോലെ തന്നെ ഇതിൻ്റെ ആളുകളെ കൂടെ ഉണ്ടാവുന്നവരും ഫിൽ മവാത്തിൽ ഇലാം, വലിയ വലിയ സന്ദർഭങ്ങളിലൊക്കെ കൽ ഇഹ്തിളാർ വസ്സുആൽ, മരണത്തിൻ്റെ സമയത്തും ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്തും ഒക്കെ ഈ മുരീദന്മാരെ കൂടെ ഉണ്ടാവുന്നതും റസൂലുള്ളാഹികൾ തന്നെയാണ്. അപ്പോൾ റസൂലുള്ളാഹികളാണ് ഈ ത്വരീഖത്തിൻ്റെ സ്ഥാപകൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ ത്വരീഖത്തിൽ തർബിയത്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഒരു മുരീദിന് അത്യാവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം, മുരീദ് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം അവരെ കൂടെ ഹാജരാവുന്നത്. ഏതുപോലെ മുരീദ് മരിക്കുന്ന സമയത്ത് മുരീദിൻ്റെ കൂടെ ഉണ്ടാവുന്നത്, മുരീദിനെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് മുരീദിൻ്റെ കൂടെ ഉണ്ടാവുന്നത്, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുവ മിൻ ശഅനി ശുയൂഖ്, അതുകൊണ്ട് ശേഖന്മാരുടെ കാര്യങ്ങൾപ്പെട്ടതാണ് അവർ മുരീദന്മാരെ കൂടെ ഉണ്ടാവും, മരിക്കുന്ന സമയത്ത് അവരെ കൂടെ ഉണ്ടാവും, ഖബറിലുണ്ടാവും എന്നൊക്കെ. എന്നാൽ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് ശേഖന്മാരാവില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ടാണ്. അപ്പോൾ ആരെങ്കിലും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ തങ്ങളുമായി തങ്ങൾ നിശ്ചയിച്ചവരുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിനെ, അതായത് വേറെ സ്ഥലത്തേക്ക് സിയാറത്ത് ചെയ്യില്ല, വേറെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യില്ല എന്ന് പറയുന്ന ഉടമ്പടിനെ ആരെങ്കിലും തെറ്റിച്ച് കളഞ്ഞാൽ, ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മശായിഖന്മാരോട് തെറ്റ് ചെയ്തവനെ പോലെയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് തിരിഞ്ഞു കളഞ്ഞവരെ പോലെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ മുറബ്ബി, ഈ ത്വരീഖത്തിൻ്റെ വക്താവ്, ഇതിൻ്റെ മുരീദന്മാരെ എല്ലാ വിഷയത്തിലും നോക്കുന്നവർ, സംരക്ഷിക്കുന്നവർ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്ന ഹാദിഹി ത്വരീഖത്ത് അസ്ലുൻ ലികുല്ലി ഖൈർ, കാരണം ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത് എല്ലാ ഖൈറിൻ്റെയും, തിജാനി ത്വരീഖത്ത് എല്ലാ ഖൈറിൻ്റെയും അസ്ലാണ്, അടിത്തറയാണ്. ലിഅന്നഹ ഉസ്സസ ബിയദി ശാരിഖി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഈ ത്വരീഖത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ശരീഅത്തിൻ്റെ വക്താവായ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇതിൻ്റെ അടിത്തറ പാകിയിട്ടുള്ളത്, അതിൻ്റെ തൂണുകൾ പണിതിട്ടുള്ളത് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഫലാ മഹീദ അൻ ഇഷാറത്തിഹി അബദൻ, അതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് തരുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും മാറിപ്പോകാൻ പറ്റൂല. ഫമൻ അയ്യറ, ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, അതായത് ഷെയ്ഖിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, അപ്പോൾ അതായത് ഷെയ്ഖ് സിയാർത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് സിയാർത്ത് ചെയ്യാൻ പോയാൽ, യുആഖബു ബിസൈഫ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാള് കൊണ്ട് അവന് ശിക്ഷിക്കപ്പെടും. ഹാമി ദിമാമിഹ, മാനവകളാണ് ഇതിൻ്റെ സംരക്ഷകൻ. വഖായിദ് ഹുമാതിഹ വസറായാഹ, ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന, ഇതിനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്ന ഇതിൻ്റെ പ്രൊട്ടക്ടർമാരായ ആളുകളുണ്ട്, സംരക്ഷകരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ നേതാവ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അപ്പോൾ ആരെങ്കിലും ഈ ത്വരീഖത്തിൻ്റെ നിബന്ധന തെറ്റിച്ചാൽ അലി ബിൻ അബി താലിബ് കറമല്ലാഹു വജഹുഹു തങ്ങളുടെ വാള് കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടും. യഅലബു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് കോപിക്കും. ലിതഖല്ലുഫിഹി അൻ അഹദി അബ്റമഹു, അവനുണ്ടാക്കിയ ഉടമ്പടിനെ അവൻ അതിൽ നിന്ന് അവൻ തെറ്റിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ. ഇന്ത തമാമി അഖലിഹി, അവൻ ഉടമ്പടി ഉണ്ടാക്കിയത് അബോധാവസ്ഥയിലൊന്നല്ലല്ലോ, നല്ല ബോധത്തിലല്ലേ. നമ്മളിതൊക്കെ നമ്മളിപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ബയ്യത്ത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഒരാൾ വന്നു, അവർക്ക് നിബന്ധന പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വന്നാൽ മതി, ഇപ്പോഴൊന്നും ബയ്യത്ത് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞ് തള്ളിവിട്ടു. എന്നിട്ടും അവർ എനിക്ക് ബയ്യത്ത് ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബയ്യത്ത് ചെയ്തിട്ട് പിന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അവൻ്റെ ബോധത്തിലാണ് ബയ്യത്ത് ചെയ്തത്. ബിലാ തക്ലീഫിൻ ലി വലദിഹി, അദ്ദേഹത്തെ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. ഖലീഫത്തിഹിൽ ഖുതുബുൽ മഖ്തൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയാകുന്ന ഖുതുബുൽ മഖ്തൂം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെയോ ഔ അലാ യദി നവാബിഹി, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുടെയോ കയ്യിൽ നിന്ന് നല്ല ബോധത്തോടു കൂടി നിർബന്ധിപ്പിക്കലൊന്നും ഇല്ലാതെ ആരെങ്കിലും ബയ്യത്ത് ചെയ്ത് അതിനെ തെറ്റിച്ച് കളഞ്ഞാൽ അവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപം ഉണ്ടാവും.
ഫലാ ബുദ്ദ മിൻ ഇഹ്കാമി ഹാദ ഷർത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷർത്ത് നിലനിർത്തുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. വഹി അസുലുൻ ലിക്കുല്ലി റിബിഹിൻ, ഏതൊരു ആത്മീയമായ ഗുണത്തിൻ്റെയും ഈ ഏതൊരു മഹത്വം നമുക്ക് ലഭിക്കുന്നതിനും അതിൻ്റെ അസല് ഈ നമ്മൾ ത്വരീക്കത്തിലായിട്ട് ഇതിലെന്തെങ്കിലും ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അസല് ഈ ഒരു നിബന്ധന പാലിക്കലാണ്. ലിയന്തഫ്യ, നമുക്ക് ഉപകാരപ്രദമായ ഒരു ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. വഹാദ ഷെയ്ഖുല്ലദി ആഹത്തുഹു, ഇനി നിങ്ങൾ മനസ്സിലാക്കണ്ടോ ഈ ഷെയ്ഖ് ആരാണ്? നിങ്ങൾ ബയ്യത്ത് ചെയ്ത ഷെയ്ഖ്. ഹാദ ഷെയ്ഖുല്ലദി ആഹത്തുഹു, നിങ്ങൾ ബയ്യത്ത് ചെയ്ത ഷെയ്ഖ് ഹുവല്ലദി യുമിദ്ദു ഫീ ഇൽമില്ലാ, മഹാനവറുകളാണ് അള്ളാഹിൻ്റെ അറിവോട് കൂടി മദത് നൽകുന്നത്. ഹദ്റാത്തുൽ ഔലിയാ ഇൽ മശായിഖുൽ ഇദാം, വലിയ ഔലിയാക്കന്മാർക്ക് മുഴുവനും മഹത്തുക്കളായ മശായിഖന്മാർക്ക് മുഴുവനും മദത് നൽകുന്നത് ഈ ഷെയ്ഖാണ്. അപ്പോൾ നിങ്ങൾ ഷെയ്ഖിൽ ബയ്യത്ത് ചെയ്ത് വേറെ ആരിലേക്കും തിരിയരുത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത് തിരിയരുത് എന്നല്ല പറയുന്നത്. ഈ ഷെയ്ഖ് ആരാ? ഈ ഷെയ്ഖ് ലോകത്തുള്ള ഔലിയാക്കന്മാർക്കൊക്കെ അവർക്കൊക്കെ എന്ത് ലഭിക്കുന്നു അതൊക്കെ ലഭിക്കുന്നത് ഷെയ്ഖിലൂടെയാണ്. അവരെത്ര ഉന്നതരായ ആൾക്കാരാണെങ്കിലും ആ ഉന്നതരായ ആളുകൾക്കൊക്കെ ലഭിക്കുന്നത് ഷെയ്ഖിലൂടെയാണ്. അങ്ങനത്തെ ഷെയ്ഖ് വമാ ലഹറ ഫീഹിം ഇല്ലാ അൻവാർഹു, ആ മശായിഖന്മാർക്കൊക്കെ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ രഹസ്യങ്ങളല്ലാതെ അവിടുത്തെ പ്രകാശങ്ങളല്ലാതെ ഒന്നും അവരിൽ നിന്ന് വെളിവാവുന്നില്ല. അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഖ്, അങ്ങനെ ഒരു ഷെയ്ഖിനെ കിട്ടിയിട്ട് ഫകൈഫ തമീലുലായി, നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാളിലേക്ക് തിരിയാൻ തോന്നുന്നത്? ഏതെങ്കിലും ഷെയ്ഖുങ്ങളോട് വേറെ അടുത്ത് പോരുതെന്നല്ലല്ലോ പറയുന്നത്. ഔലിയാക്കന്മാർ വെച്ച് ഏറ്റവും ഉന്നതരായ ഒരു ഷെയ്ഖ്, ഓരോ ഔലിയാക്കന്മാർക്കും അവർക്ക് കിട്ടുന്ന എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഷെയ്ഖിനെ കൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു ഷെയ്ഖിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് നിങ്ങൾ തിരിയുന്നത്? എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് നിങ്ങൾ ഹൃദയം പോകുന്നത്? എങ്ങനെയാണ് മറ്റൊരാളെ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? വഖദ് അക്റമക്കല്ലാഹു ബിഅഅസി ഔലിയാഇഹി, അല്ലാഹു തആല നിങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് അള്ളാഹിൻ്റെ ഏറ്റവും ഉന്നതരായ ഔലിയാക്കന്മാരിൽ ഒരാളെ സ്വീകരിക്കുന്നത് വഴി. വദ്ദഖറ ഇലാ ഹാദിഹി സമാൻ, മാത്രമല്ല എന്നിട്ട് മഹാനായ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹു സൂക്ഷിച്ചു ഹാദി സമാൻ, ഈ ഒരു ജമാന് വേണ്ടിയിട്ട്. അപ്പോൾ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചില്ലേ? എന്നിട്ട് നിങ്ങളെ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? റഹ്മത്തുൻ ലിൽ ഉസാത്ത്, എന്തിനാ അള്ളാഹു സൂക്ഷിച്ചു വെച്ചത്? റഹ്മത്തുൻ ലിൽ ഉസാത്ത്, പാപികൾക്ക് റഹ്മത്തായിട്ട്, പാപികളായ ആളുകൾക്ക് റഹ്മത്തായിട്ട് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സൂക്ഷിച്ചില്ലേ? വഖതബല്ലാഹു ബിയദിഹി ഫീ ലൗഹിഹി മിൻ ഹിസ്ബിഹി വഅത്ബാഇഹി, മഹാനവറുകളുടെ കൂട്ടത്തിലും അവരെ പിന്തുടരുന്നവരിലൊക്കെ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അവൻ്റെ ലൗഹിൽ എഴുതി വെച്ചില്ലേ? അഫയഹ്സുനു മിൻക അൻ തഅയ്യുറ മാ അദഖല്ലാഹു ബി, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഏറ്റവും ഉന്നതരായ ഒരു വലിയനെ നിങ്ങൾക്ക് നൽകിയിട്ട് ആ മഹാന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചിട്ട് അവരിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ട് അത് നിങ്ങളെ അജലിയായ അള്ളാഹിൻ്റെ തീരുമാനങ്ങളിൽ അള്ളാഹു എഴുതി വെച്ചിട്ട് അതൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ വേറൊരാളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിയാൻ പറ്റുന്നത് എന്ന് ശേഖ് അവർ ചോദിക്കാൻ. ഇനി നമ്മൾ സിയാർത്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എല്ലാ സിയാർത്തിനെയും കുറിച്ചാണോ പറയുന്നത്? സുന്നത്തായ സിയാർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുമ്മ ഇന്ന സിയാറത്ത അലൽ ഖിസ്മൈൻ, സിയാർത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിയാർത്തുണ്ട്. അത് സിയാറത്തു ബിഖസ്ദി നഫ്ഇൽ മയ്യിത്ത്, ഒരു മയ്യത്തിന് ഉപകാരം കിട്ടാനുള്ള സിയാർത്തുണ്ട്. അതായത് അവരുടെ അടുത്ത് ഇങ്ങോട്ട് ഉപകാരം കിട്ടാനല്ല, നമ്മളുടെ അടുത്ത് അങ്ങോട്ട് ഉപകാരം കിട്ടാനുള്ള. ഏതുപോലെ? കൽ വാലിദൈനി വദ്ദുഅഫാ അൽ മുസ്ലിമീൻ, നമ്മളെ മാതാപിതാക്കളെ സിയാർത്ത് ചെയ്യുന്നത് പോലെ. വദ്ദുഅഫാ അൽ മുസ്ലിമീൻ, ബലഹീനരായ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ സിയാർത്ത് ചെയ്യുന്നത് പോലെ. അത് നമ്മൾ അവരുടെ അടുത്ത് നിന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. മിമ്മൻ ലം യദ്ഹർ അലൈഹിം ഹുസൂസിയത്തുൽ വിലായ, അവരിലൊന്നും വിലായത്തിൻ്റെ ഹുസൂസിയത്തില്ല, പ്രത്യേകതകളില്ല, അങ്ങനത്തെ ആൾക്കാരാണ് അവർ.
ഫൈന്നക തംശീമസൻ ഇലാ ഹദ്റത്തി വാലിദൈൻ. ഉദാഹരണത്തിന് നിങ്ങൾ എന്തു ചെയ്യാണ്, നിങ്ങളെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവാണ്, അവരുടെ മക്ബറയിലേക്ക് പോവാണ്. മുഅത്തഖിദൻ അന്നഹും ഇൻഖത അമലുഹും, നിങ്ങൾ വിശ്വസിക്കുന്നത് അവർക്ക് അവരുടെ അമലുകൾ മുറിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കിപ്പോൾ അമലുകളൊന്നും ഇല്ല. ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അണ്ടറിലായിട്ട് അവർക്ക് വെച്ചിരുന്ന കുറേ അമലുകളുണ്ടല്ലോ, മരണത്തോടു കൂടി അവർക്ക് ആ അമലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബി ആലമിൽ മൗത്ത്, മരണത്തോടു കൂടി അവർക്ക് ആ അമലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സദ്ദഖ അലൈഹിം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ പോകുന്നത്, സദക്ക ചെയ്യാൻ വേണ്ടി അവർക്ക്. ബിത്തു ആമിൻ, എന്തുകൊണ്ട്, ഭക്ഷണം വിതരണം ചെയ്തിട്ട്. ഔ ദറാഹിം, അല്ലെങ്കിൽ ദിർഹം കൊടുത്തിട്ട്, പണം കൊടുത്തിട്ട്. ഔ ഖിറാഅത്തിൻ, അല്ലെങ്കിൽ ഒരു ഓത്ത് നടത്തിയിട്ട്, ഖുർആൻ ഓതിയിട്ട്. ഔ ദിക്റിൻ, അല്ലെ ദിക്ർ ചൊല്ലിയിട്ട്. ബികാസദി അന്നക തൻഫഉഹും, നിങ്ങളത് ചെയ്യുന്ന എന്തിനാണ്, അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഖബറുകളിൽ പോകുന്നത് എന്തിനാ, ഖബറാളികളിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനല്ല, പകരം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനാണ് പോകുന്നത്. അവർ മരണപ്പെട്ടു പോയി, അപ്പോൾ അവരുടെ അമലുകളൊക്കെ മുറിഞ്ഞു പോയി. അതുകൊണ്ട് ഇനി അവർക്ക് ഉപകാരപ്രദമാവാൻ നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാം. നമ്മൾ കുറച്ച് അവർക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, ദിക്റില്ല, എന്നിട്ട് അതൊക്കെ അവർക്ക് ഹദിയ ചെയ്യാം, അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലിഅന്നക നായിബുൻ അൻഹും, നിങ്ങൾ അവർക്ക് വേണ്ടി അത് ചെയ്യുന്നവരാണ്. ഫഹിയ മഹമൂദത്തുൻ ഇലാ സഹഹത്തൻ നിയ്യ, നിങ്ങൾ നല്ല നിയ്യത്ത് കൊണ്ട് അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് അവരെ ഖബറിൽ എടുത്ത് പോകുന്നത്, ഖുർആൻ ഓതുന്നതും, അവർക്ക് ഹദിയ ചെയ്യുന്നതും, അവരെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും സദക്ക ചെയ്യുന്നതും, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്, അത് അവർക്ക് ഉപകാരം ചെയ്യും. വതഖൂനു ബിഖസ്ദി ഇൻതിഫാഅ മിൻഹു, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് അവരുടെ അടുത്ത് ഇങ്ങോട്ട് ഉപകാരം ചെയ്യാണ്, കിട്ടാനാണ്. വ്യാൻ തഅതഖദ ഹുസൂസിയതിഹി, അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട്. വതുഹദിയ ലഹു തആമൻ ഔ ദറാഹിം, എന്നിട്ട് നിങ്ങൾ എന്ത്, അപ്പോൾ നിങ്ങൾ രണ്ടാമത്തൊരു സിയാറത്തിനെ പറ്റി പറയുന്നത് അതെന്താണ്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനല്ല പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാനാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഹദിയ കൊടുക്കും, ഭക്ഷണം ഹദിയ കൊടുക്കും. ഔ ദറാഹിം, അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുക്കും. ഔ ഖിറാഅത്തിൻ ഔ ദിക്റിൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതലോ ദിക്റൊക്കെ ചെല്ലും. എന്തിനാ, ഔ മാ യസിഹു ഹദിയത്തൻ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഹദിയകളൊക്കെ നിങ്ങൾ ചെയ്യും. ഫതൻവി ബിദാലിക ഇജ്തിലാബു മൻഫഅത്തിൻ മിൻഹും ഇലൈക്, അതുകൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ, ആ മഹാനിൽ നിന്ന് നിങ്ങളിലേക്ക് ഉപകാരം കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള സിയാറത്ത്, നേരത്തെ സിയാറത്ത് അങ്ങോട്ട് ഉപകാരം കിട്ടണം എന്ന് വിചാരിച്ച, ഇവിടെ ഈ വലിയ മഹത്തുക്കളായ ആളുകളെ സിയാറത്ത് ചെയ്യുന്നത് അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ച അങ്ങനെയുള്ള സിയാറത്ത്. അത് ഈ പറയുന്ന പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഫഹുവ റിശ്വത്തുൻ മംനൂഅത്തുൻ മുഹറമത്തുൻ, ഫഹുവ റിശ്വത്തുൻ, അതൊരു കൈക്കൂലിയല്ലേ. മംനൂഅത്തുൻ മുഹറമത്തുൻ, കൈക്കൂലി ഹറാമായ കാര്യമല്ലേ. ഇപ്പം നമ്മൾ ശേഖന്മാരുടെ അടുത്ത് പോവാണ്, ഒരു മരിച്ചൊരു വഫാത്തായ ഒരു ശേഖിൻ്റെ അടുത്തേക്ക് പോവാം, ഒരു വലിയൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പൈസ വിതരണം ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം വിതരണം ചെയ്യാണ്. നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഈ പൈസ വിതരണം ചെയ്തത് കൊണ്ട് ഈ ശൈഖ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ, ദുആ ചെയ്താലോ, അതിൻ്റെ ബർക്കത്ത് എനിക്ക് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പൈസ വിതരണം ചെയ്യാണ്. അത് ഏതുപോലെയാണ്, കൈക്കൂലി കൊടുക്കുന്ന പോലെയല്ലേ. നിങ്ങൾ കുറച്ച് ഒരാളടുത്ത് ഒരു മഹാനാന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുക, ആ പൈസ കൊടുത്തതിൻ്റെ മേലിൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ നമ്മളൊരു പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവിടെ കുറേ പൈസ വിതരണം ചെയ്യുന്നു, എന്നിട്ട് ആ പോലീസുകാരൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ വിഷയത്തിൽ ഇടപെട്ടാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ മശായിഖന്മാരുടെ അടുത്തേക്ക് മരിച്ചുപോയ ആൾക്കാരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, നിങ്ങൾ പോകുന്നത് അവരുടെ അടുത്ത് എന്തൊക്കെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടും, ആ ഉപകാരം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറേ പൈസ കൊടുത്തിട്ടും ഖുർആൻ ഓതിയിട്ടും ദിക്റിലിട്ടും അങ്ങനത്തെ ഹദിയകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അവരിൽ നിന്ന് ദുആ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഫഹുവ റിശ്വത്തുൻ, അതൊരു കൈക്കൂലിയാണല്ലോ. മംനൂഅത്തുൻ മുഹറമത്തുൻ, അത് ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ടൊരു കാര്യമാണ്. കൈക്കൂലി കൊടുക്കൽ നിഷിദ്ധമല്ലേ. ലിഅന്നഹു യഖലീലക മസ്തതാ മിൻ ഹവായിജിക്, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താ, അവർ പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഈ കൈക്കൂലി കൊടുത്തത് കൊണ്ട് നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം എന്നാണ്. എങ്ങനെയാ നിറവേറ്റി തരിക, ബിദുആ ഇന്ദ മൗലാഹു ബിലാ റിശ്വത്തിൻ, സോറി അങ്ങനെയല്ല, ലിഅന്നഹു യഖലീലക മാ സതാഹു മിൻ ഹവായിജിക്,
അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുമല്ലോ. ബിദ്വാ ഇന്ത മൗലാ, അവർ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യം നിറവേറ്റി തരുമല്ലോ. ബിലാ റിശ്വത്തിൻ, ഒരു കൈക്കൂലിയും ഇല്ലാതെ. അപ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ മഹാന്മാരൊക്കെ പൈസ കൊടുത്തുകൊണ്ടോ അവിടെ എന്തെങ്കിലും നിങ്ങൾ ഓതി കൊടുത്തിട്ട് അത് കിട്ടിയോ, ഇന്നാളെ ദുആ എനിക്ക് കിട്ടി, ദിക്റ് കിട്ടി, ഇന്നാളുടെ ഖുർആനോത്ത് എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ വേഗം അവന് വേണ്ടി ദുആ ചെയ്യട്ടെ, എന്നിട്ട് കൈക്കൂലി കിട്ടിയല്ലോ, ഞാൻ ദുആ ചെയ്യാതെ ഇന്ന പ്രശ്നമല്ലേ എന്ന് അവർ വിചാരിക്കൂലല്ലോ. കാരണം അവർ നിങ്ങൾ ഈ കൈക്കൂലി കൊടുത്തില്ലേ നിങ്ങളെ സഹായിക്കൂലേ. വൈൻ ഖദ്ദംതഹ ഫലാ യുബാലി ബിക, ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അവർ നിങ്ങളെ സഹായിക്കും. ഈ ഒരു കൈക്കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കും. വൈൻ ഖദ്ദംതഹ ഫലാ യുബാലി ലക ഇൻ കാന മിനൽ ആരിഫീൻ, നിങ്ങൾ ഇനി അതവർക്ക് കൊടുത്താൽ തന്നെ അവരതിന് മൈൻഡ് ചെയ്യൂല. ഇൻ കാന മിനൽ ആരിഫീൻ, അവർ ആരിഫീങ്ങളാണെങ്കിൽ. ദുനിയാവിൻ്റെ ആൾക്കാരാണെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യം കൊടുത്താൽ അവരത് ഭയങ്കര ഹാപ്പിയാവും. ആഖിറത്തിൻ്റെ ആൾക്കാരാണ് ആഖിറത്തിൻ്റെ കാര്യങ്ങൾ കിട്ടിയ അവരെ ഹാപ്പിയാവും. അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ അള്ളാഹിനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദുനിയാവ് തന്നെ അവരെങ്ങനെ ആയിരിക്കും? അവർ ദുനിയാവ് കിട്ടിയിട്ട് അവർ ദുനിയാവ് കൊണ്ട് അവർ പ്രലോഭിപ്പിക്കാൻ പറ്റുമോ? കുറച്ച് പൈസ കൊടുത്ത് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ ഉണ്ടാവുക? അവർ അള്ളാഹിൻ്റെ ആരിഫീങ്ങളല്ലല്ലോ. പൈസ കൊണ്ട് പ്രലോഭിപ്പിക്കാൻ പറ്റുന്നവരല്ലല്ലോ അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ മക്കാമിലുള്ള വ്യക്തി അള്ളാഹിൻ്റെ ആരിഫാണെങ്കിൽ നിങ്ങൾ അവിടെ പൈസ കൊടുത്തോണ്ടോ അവിടെ നിങ്ങൾ പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അദ്ദേഹം പ്രലോഭിതനായി ആ പ്രലോഭനത്തിന് വാങ്ങിക്കൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുന്ന നിങ്ങൾ തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് അവർ ചെയ്യുക. അള്ളാഹിൻ്റെ ആരിഫാണെങ്കിൽ അത് അങ്ങനെ അദ്ദേഹം ചെയ്യൂല. പിന്നെ നിങ്ങൾ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർ തയ്യാറാവും. ലിഅന്നൽ മത്ലൂബ അൻ തുഹദീലഹു ബിഖസ്ദിൽ ഇഹ്സാൻ ഇലാ ഐറ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹദിയ ചെയ്യേണ്ടത്, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത് അവരോടുള്ളൊരു നന്മയായിട്ടാണ്. അല്ലാതെ അവരുടെ അടുത്ത് നിന്ന് ഇത് കൊടുത്തിട്ട് എനിക്കിത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. അത് കൈക്കൂലി എടുക്കണ പോലെയാണ്. നിങ്ങൾ ഇഹ്സാന ആയിട്ട് ഒരു നന്മയായിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. അല്ലാതെ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈക്കൂലി എടുത്ത് വാങ്ങുന്ന പോലെയല്ല. അർദിൻ ലക്ക്, നിങ്ങളിലേക്ക് വരുന്ന എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പേരിലല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ മക്കാമിൽ ഒരു 1000 രൂപ കൊടുത്തിട്ട് എന്നിട്ട് ഒന്നും നടന്നില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ. അവിടെ ആ ഒരു ശൈഖിൻ്റെ അടുത്ത് ഞാൻ കുറേ പൈസ ചിലവാക്കി, ഒരു കാര്യം ഉണ്ടായില്ല. അവിടെ ഞാൻ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മളെന്താ ഈ ഭക്ഷണം കൊടുക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, എന്തെങ്കിലും ചൊല്ലുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വലുപ്പം കൊണ്ട് കണ്ടിട്ട് ആ വലിയ അല്ലോ ഇത്രയും ചെയ്ത ഒരാളല്ലേ ഞാൻ ദ്വാരക്കാൻ ഞാൻ എന്താണ് എന്ന് വിചാരിച്ച് ദ്വാരുന്നിട്ട് കാര്യം നടക്കും നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും അള്ളാഹിൻ്റെ ആരിഫായ മനുഷ്യനാണ് ആ വലിയെങ്കിൽ ഈ നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യത്തിലേക്ക് അവർ നോക്കുക പോലും ഇല്ല. അവർക്ക് ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും. നിങ്ങൾ ഈ കാര്യങ്ങൾ തേടിയിട്ടല്ലല്ലോ അവർ നടക്കുന്നത്. ദുനിയാവിലെ ആണെങ്കിൽ തന്നെ അവരങ്ങനെ തേടിയില്ല നടക്കുക. അപ്പോൾ ആഖിറത്തിലേക്ക് ബർസഖിലേക്ക് പ്രവേശിച്ച് അവർ അത് നോക്കുമോ? ദുനിയാവിൽ തന്നെ ഇപ്പോൾ ദുനിയാവിൽ അവരുടെ കുടുംബവും അവരുടെ ദുനിയാവിൻ്റേത് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അസംഷനിൽ അങ്ങനെ ഉണ്ടെന്ന് കരുതുക. അതേസമയം ബർസഖിലാണ് അത് ആവശ്യമുണ്ടോ? അവർക്ക് നിങ്ങൾ ഭക്ഷണം ആവശ്യമുണ്ടോ? പൈസ ആവശ്യമുണ്ടോ? അവർ നിങ്ങൾ കുറേ ചെല്ലിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരന്നിട്ട് വേണം അവർ വലുതാവാൻ. പിന്നെ എന്തിനാണ് നിങ്ങളെ ഇതൊക്കെ അവർ തേടുന്നത്? അപ്പോൾ അവർ ഒരിക്കലും ആരിഫ്യങ്ങളാണ് നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് അവരൊന്നും തേടില്ല. നിങ്ങൾ കൊടുത്താൽ അവരതിനെ മൈൻഡ് ചെയ്യുകയില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. പക്ഷേ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇഹ്സാനായിട്ടാണ്, ഒരു നന്മയായിട്ടാണ്. അതിൻ്റെ മുകളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു മക്കാമിൽ നമ്മളെന്തെങ്കിലും കൊടുക്കുന്നു, ഒരു മഹാൻ നമ്മളെന്തെങ്കിലും ഹദിയ കൊടുക്കുന്നു, അത് ഇന്ന കാര്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവരുത്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരിലേക്ക് നിങ്ങളിലേക്ക് അവരിൽ നിന്ന് വരുന്ന താല്പര്യങ്ങളെ പേരിലാവരുത് നിങ്ങളീ കൊടുക്കുന്നത്. ഫൈൻ ഹദൈതുഹു ലഹു അലാ വജ്ഹിൽ ഇഹ്സാൻ വത്തഅലീം, നിങ്ങൾ അവരിലേക്ക് ഹദിയ കൊടുക്കേണ്ടത് അവരോടുള്ള നന്മ കൊണ്ടും അവരോടുള്ള ബഹുമാനം കൊണ്ടുമാണ്. ബിഅൻ കുന്തു മിനൽ ആരിഫീൻ, നിങ്ങൾ ആരിഫീങ്ങളാണെങ്കിൽ, വാൻത മുസീബുൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരായ വഴിയിലാണ് ചെയ്യണത്. നിങ്ങൾ അവർക്ക് അവിടെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ചെലവ് നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ ബഹുമാനിക്കാന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്, കുഴപ്പമില്ല, അത് നല്ലതാണ്. അതേസമയം അവർ ഇതിങ്ങനെ കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് വശീകരിച്ച് അവരെ കുറേ ദുആ വാങ്ങിയിട്ട് നമ്മൾ രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കണമെങ്കിൽ നിങ്ങളാ ചെയ്യുന്നത് ഹറാമായ കാര്യമാണ്. അല്ലാണ്ട് ഔലിയാക്കന്മാരെ വശീകരിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ തോന്നുന്നത്? അങ്ങനെ നിങ്ങൾ ഇഹ്സാനോട് കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ, നല്ല രൂപത്തിൽ നിങ്ങൾ അത് കൊടുത്താൽ, വഹുവ യുക്രിമുക ബിമാ ഇൻദഹു മിന ദുആഇ വ തവജ്ജുഹി ലി ഹദ്റത്തില്ലാ, അല്ലാഹ് അവർ നിങ്ങളെ ബഹുമാനിക്കും.
അവരുടെ ഭാഗത്തുള്ള ദുആ കൊണ്ടും അള്ളാഹിലേക്ക് തിരിഞ്ഞുകൊണ്ടും നിങ്ങളവരെ ബഹുമാനിച്ചാൽ അവർ നിങ്ങളെയും ബഹുമാനിക്കും. അല്ലാതെ നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ട് പരിപാടി നടത്താൻ നോക്കണ്ട. ഇത്ര വലിയൊരു കാര്യമാണ് ശൈഖ് അവറുകൾ ഇവിടെ പറയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഈ ത്വരീഖത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പം തന്നെ അറിയുന്നുണ്ടാവും ഇങ്ങനെ കാര്യത്തിനു വേണ്ടി നമ്മൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ നോക്കൊരു നമ്മളെ ഈ ത്വരീഖത്തിൻ്റെ പുറത്ത് ഒരു ആമായ പൊതുജനങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ഒരു സിയാറത്തിന് പോകണം എന്താവശ്യത്തിനാണ്? ഈ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു യാറം മൂടിയേക്കാം. ഈ ഒരു ആവശ്യം നിറവേറാൻ വേണ്ടി അവിടെ കുറച്ച് പൈസ കൊടുത്തേക്കാം. അത് നിറവേടില്ല. ഞാൻ എത്രയോ കാലമായി അവിടെ ആ മക്കാമിൽ എത്ര യാറം ഞാൻ മൂടി, എത്ര പൈസ ഞാൻ ചിലവഴിച്ചു, എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രത്തോളം മോശപ്പെട്ട കാര്യമാണ്. ആ ഔലിയാക്കന്മാരെ നമ്മൾ നിന്ദിക്കല്ലേ? ഈ ഔലിയാക്കന്മാർ ഇങ്ങനെ നമ്മളെ യാറം മൂട്ടിന് കാത്തിക്കുകയാണോ? അവർ ഈ ഔലിയാക്കന്മാർ നമ്മളെ പൈസയും നമ്മൾ ചിലവഴിച്ച കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണോ? ഈ ഔലിയാക്കന്മാർ നമ്മളെ ഖുറാനും ദിക്റും കിട്ടിയിട്ട് വേണോ അവർക്ക് രക്ഷപ്പെടാൻ? ഇതാണോ നമ്മൾ അവരെ പറ്റി ധരിച്ചത്? അങ്ങനെ ധരിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം മോശപ്പെട്ട ധാരണയാണ്. അത് അവരെ അനാദരവ് കാണിക്കലല്ലേ, അവരെ കുരുത്തക്കേടല്ലേ നമുക്ക് അതുകൊണ്ട് കൂടുതൽ കിട്ടുക. അതേസമയം ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല, ഇതൊക്കെ ചെയ്യേണ്ട അവരുടെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കാതായിരിക്കണം. അവർ ബഹുമാനിക്കാന്നുള്ള അർത്ഥത്തിൽ മാത്രം. അതുകൊണ്ട് ആ ബഹുമാനത്തിൻ്റെ മേലിൽ അവർ നമ്മളെ തിരിച്ച് ബഹുമാനിക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാം. ആ ബഹുമാനത്തിൻ്റെ പേരിൽ, ആ ദുആൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ കാര്യങ്ങൾ നേടി തന്നു തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ലാതെ നമ്മൾ ചെയ്യുന്ന എത്രത്തോളം മോശപ്പെട്ട കാര്യമാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അസ്ദാ ഇലൈക്കും മഅറൂഫൻ, ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ ഫകാഫിഉ, നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് തിരിച്ചു അതുപോലെ നന്മ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹദിയ തന്നാൽ തിരിച്ചു നിങ്ങൾ ഹദിയ കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് സന്ദർശിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് സന്ദർശിക്കാൻ പോകണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും നന്മ ചെയ്താൽ അതുപോലെ നന്മ കൊണ്ട് നിങ്ങൾ പകരം കൊടുക്കണം. അല്ലെങ്കിൽ വാങ്ങി വെക്കുക എന്നുള്ളത് മാത്രമല്ല. എന്നാലോ ഫൈലം തക്കത്തീറു, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിലോ ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഹദിയ തരിക, നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള അവസ്ഥയിലെല്ലാം ഉള്ളത്. അങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ശൈഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ മുരീദന്മാരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ചിലപ്പോൾ ശൈഖിന് എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കുന്നുണ്ടാവും. ആ ഹദിയൊക്കെ തിരിച്ച് ശൈഖ് കൊടുക്കണം എന്നാണോ? അങ്ങനെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? ഫദ്ഉ ലഹു, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചുരുങ്ങിയത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ ചെയ്യണം. വിശ്വാസങ്ങൾ പറഞ്ഞതാണ്. വൽ ആരിഫൂന വൈൻ സഖത അലൈഹിമു തഖ്ലീഫു ബിൽ മൗത്ത്, ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തക്ലീഫ്, അതായത് ഈ ദീനിൻ്റെ ശരീഅത്തിൻ്റെ ബാധ്യതകൾ അവർ മരണത്തോടു കൂടി അവർക്ക് ഒഴിവായിട്ടുണ്ടെങ്കിലും, അത് ആരിഫീങ്ങൾക്ക് നിസ്കരിക്കേണ്ടതില്ലല്ലോ, നോമ്പൊക്കേണ്ടതില്ലല്ലോ. ഇവിടെ ഒരാൾ എന്തെങ്കിലും കൊടുത്തു എന്ന് കരുതിയിട്ട് തിരിച്ചു അതുപോലെ കൊടുക്കണം എന്നില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അത് ബാധകമല്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ കാര്യം പറയണത് എന്താ? ആരെങ്കിലും നന്മ ഒരാൾക്ക് ചെയ്താൽ, എന്തെങ്കിലും ഒരു നല്ല ഹദിയ കൊടുത്താൽ തിരിച്ചും അതുപോലെ കൊടുക്കണം എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബാധകമുള്ളൂ, മരണത്തിന് ശേഷം ബാധകമാവില്ലല്ലോ. അപ്പോൾ ഈ ആരിഫീങ്ങൾ എന്തിനാ ഈ ഖബറിലുള്ള മഹാന്മാർ എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ ആരിഫൂനെ വൈൻ സഖത അലൈഹിമു തഖ്ലീഫ് ബിൽ മൗത്ത്, ഈ മരണം കൊണ്ട് ആരിഫീങ്ങൾക്ക് അവരുടെ തക്ലീഫ്, അവരുടെ ഈ ശരീഅത്തിൻ്റെ മുകളിലുള്ള അവരുടെ ബാധ്യത ഇല്ലാണ്ടാവുമെങ്കിലും ലാ യഹ്റുജൂന അൻ ഹദ്റത്ത് ശരിയ, അവരൊരിക്കലും ശരീഅത്തിൻ്റെ പുറത്തേക്ക് പോകില്ല. അഥവാ അദബൻ മാ സയ്യിദിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ് കൊണ്ട് അവർ ശരീഅത്തിൻ്റെ പുറത്ത് പോകില്ല. അതായത് അവർ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അവർ പെരുമാറുന്നത് അതുപോലെ പെരുമാറുന്ന അർത്ഥം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ഹദിയ അവർക്ക് കൊടുത്താൽ, ബഹുമാനിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ദുആ നമുക്ക് ഉപകാരപ്പെടും. അതേസമയം നമ്മൾ അവർ കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് ജീവിതത്തിൽ പോയെങ്കിൽ അത് അവർ അനാദരവ് കാണിക്കലാണ്, അത് നമുക്ക് ദോഷേ ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെ മരണത്തിന് ശേഷവും അവർക്ക് നമ്മൾ ഹദിയ കൊടുത്താൽ, അവരുടെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്താൽ, അവർക്ക് ദിക്ർ ചൊല്ലി ഹദിയ ചെയ്താൽ, ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർ തിരിച്ച് നമുക്കൊരു മറുപടിയായിട്ട് അവരുടെ ദുആ തരും എന്നത് അവർ കാണിക്കുന്നൊരു അദബാണ്. കുല്ലു ദാലിക ഇൻ അദിനലക റബ്ബുക ഫി സിയാറ, ഇതൊക്കെ തന്നെ എപ്പോഴാണ് ശരിയാവുന്നത്? നിങ്ങൾക്ക് സിയാറത്ത് അനുവദനീയാണെങ്കിൽ മാത്രമാണ്. വലം തൽതസിം അഹദഹ, നിങ്ങളൊരു ബയ്യത്ത് ചെയ്തില്ലെങ്കിൽ മാത്രം. വൈല്ല ലജിമക തറക്കു സിയാറത്ത് റഅസൻ ഖത്അൻ, അതേസമയം നിങ്ങളൊരു ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിയാറത്ത് എന്തായാലും പറ്റൂല.
ഇതന്നെ നമ്മളീ പറഞ്ഞ അനുവദനീയമാണ്. ഈ ശൈഖന്മാരുടെ അടുത്ത് ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ദുആ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എന്താ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് സിയാറത്ത് അനുവദനീയമാണെങ്കിൽ മാത്രം. ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് ബയ്യത്ത് ചെയ്താൽ നിങ്ങൾക്ക് അതും അതിന് അനുവദനീയമാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരിക്കും നേർച്ചയാക്കുന്നത് കാര്യങ്ങൾ നേടാൻ വേണ്ടി നേർച്ചയാക്കരുത്. അങ്ങനെ ഈ കാര്യങ്ങൾ നേടിയാൽ കൊടുക്കും, അങ്ങനെ നേർച്ച ശരിയല്ല. കാരണം അത് നമ്മൾ കൈക്കൂലി എടുക്കുന്ന പോലെയാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പ്രയാസം വന്നു, അപ്പോൾ ഒരു വലിയൻ്റെ ഹദറത്തിലേക്ക് നമ്മൾ നേർച്ചയാക്കി, അവരെ ബഹുമാനിക്കാന്നുള്ള അർത്ഥത്തിൽ. അതിന് കുഴപ്പമൊന്നുമില്ല. നേർച്ചയാക്കുക ഒരു പ്രയാസത്തിനോട് ചേർത്ത് നമ്മൾ ആ വലിയനെ ബഹുമാനിക്കാൻ ഒരു കാര്യം നേർച്ചയാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിന് ആ കുഴപ്പമില്ല എന്നിങ്ങനെ വരുന്നത് അവർ അതിൻ്റെ മുകളിൽ ദുആ ചെയ്താലും ഇല്ലെങ്കിൽ അത് നടന്നാലും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവരുത്, എന്നാലും നമുക്ക് കൊടുക്കും. ഇപ്പോൾ തിജാനികളെ സംബന്ധിച്ചിടത്തോളം അല്ലാതൊരു മക്കാമിലേക്ക് നമ്മളൊരു 1000 രൂപ നേർച്ചാക്കി എന്ന് കരുതാം. അത് നടന്നാൽ വീട്ടിൽ നിന്നല്ല നമ്മൾ കരുതേണ്ടത്. അത് എന്തായാലും ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിക്ക് സുഖമില്ല, അപ്പോൾ നമ്മൾ മമ്പുറത്തേക്ക് 1000 രൂപ നേർച്ചാക്കി എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് അസുഖം മാറിയാലും ഇല്ലെങ്കിൽ നമ്മൾ ആ നേർച്ച പൈസ അവിടെ കൊടുക്കണം. നമ്മളെന്ത് ചെയ്യാലും അവരെ കൈക്കൂലി കൊടുത്തത് മാറിയാലും അവിടെ കൊടുക്കാമെന്ന് പറയലല്ല, അത് ശരിയല്ല. എന്തായാലും അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുത്താൽ ആ മഹാൻ്റെ ദുആ കൊണ്ട് മാറിയേക്കാം, മാറിയ ഖൈർ, മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളാ ഉദ്ദേശിച്ച കാര്യം നടത്തണം. ആ പറഞ്ഞതിന് സാരം മനസ്സിലാൻ വിചാരിക്കണം. അതേസമയം തിജാനികൾക്ക് അതൊന്നും അനുവദനീയമല്ല. നമ്മൾ സിയാറത്ത് പറ്റൂലല്ലോ, സിയാറത്ത് പറ്റൂല, നമുക്ക് പോകാൻ പറ്റൂല. അപ്പോൾ നമ്മൾക്ക് അനുവദനീയമായ സിയാറത്തുകളെല്ലാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നിയ്യത്താക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാളിപ്പോൾ ജാവിയൽക്കൊരു 1000 രൂപ നേർച്ചാക്കി, ഈ അസുഖം മാറിയാൽ നേർച്ചാക്കി, അങ്ങനെ ആവാൻ പാടില്ല. നേർച്ചാക്കുമ്പോൾ അത് എല്ലാ തന്നെ കൊടുക്കണം, മാറിയില്ല എന്നുള്ളതല്ല. ആ ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതിന് നേർച്ചാക്കുന്നുണ്ട് കുഴപ്പമില്ല, അത് എല്ലാതെയും കൊടുക്കണം. അത് കിട്ടിയാൽ നമ്മൾ ജോലി കിട്ടിയാൽ ഇത്ര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് നടന്നാൽ ഇങ്ങനെ, അതൊരു കൈക്കൂലി പോലെ തന്നെയാണല്ലോ പിന്നെയും വരുന്നത്. ഇത് നടന്നാൽ ഇത്ര ഞാൻ ദാവിയക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൈക്കൂലിയാണല്ലോ. അങ്ങനെ വരരുത്. പകരം എന്താ വേണ്ടത്, നമ്മൾ ദാവിയക്ക് ഇത് ഇത്ര കൊടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് കരുതാം. പിന്നെ അത് നടന്നാലും നടത്തിയില്ലെങ്കിലും അങ്ങനെ ചെയ്യണം. വഖദ് ഉദിന ലക ഫീ സിയാറത്തുൽ വാലിദൈൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സമ്മതമുണ്ട് സിയാറത്തുൽ വാലിദൈൻ, നമ്മുടെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യാൻ. വാലിദാൻ എന്ന് പറഞ്ഞാൽ അവിടെ മാതാപിതാക്കൾ, വല്യപ്പ, വല്യമ്മ, അമ്മായി, അമ്മാവൻ, ഇവരൊക്കെ പെടും കേട്ടോ, നമ്മൾ സാധാ മുസ്ലിമീങ്ങൾ. വഷിയാഹു താലീം, അതുപോലെ നിങ്ങളെ ശരീഅത്തിൻ്റെ ഉസ്താദന്മാർ, നിങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ച ആൾ, നിങ്ങൾ മദ്രസ പഠിപ്പിച്ച ഉസ്താദ്, നിങ്ങൾക്ക് ദർസിൽ ഓതി തന്ന ഉസ്താദ്, അവരൊക്കെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. വദ്ദുഅഫാ അൽ മുസ്ലിമീൻ, പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങൾ, നമ്മളേതെങ്കിലും മക്ബറയിലൊക്കെ പോയി ഒരുപാട് സാധുക്കളായ മുസ്ലിമീങ്ങളുണ്ടാവും, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ മക്ബറയിൽ ഒന്ന് ദുആ ചെയ്യുന്നത് നല്ലതാണ്, അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിയ്യത്ത് നഫഇഹിം, അവർക്ക് ഉപകാരം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ. ലാ ബി ഖസ്ദിഹിം തിഫാഅ മിൻഹും, അവരിൽ നിന്ന് നമുക്കൊരു ഉപകാരം കിട്ടണം എന്നുദ്ദേശിച്ചിട്ടല്ല. എന്നാലും വയ്യാക്കും മിന ശുബ്ഹാത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം ശുബ്ഹാത്തുകളെ, അതായത് അനുവദനീയമാണോ അല്ലേ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊരാൾ, ഉദാഹരണം പറയും, നിങ്ങളൊരു അമ്മാവൻ, ഒരു മഹാനാണെന്ന് കരുതുക. അപ്പോൾ എൻ്റെ അമ്മാവനാണെന്ന് കരുതി ഞാൻ പോട്ടെ എന്ന് അവിടെ വിചാരിച്ചു. പക്ഷെ അറിയാതെ മൂപ്പര് മഹാനാണ്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തേടി പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പോകാതിരിക്കുക നല്ലത്. അതായത് നമുക്കവിടെ സംശയങ്ങളുണ്ടെങ്കിൽ സംശയത്തിൻ്റെ എന്ത് ചെയ്യണം, അവിടെ ഒഴിവാക്കലാണ് നല്ലത്. അതുപോലെ ഒരു മക്കാമുണ്ട്, ഒരു നാട്ടിലൊരു മക്കാമുണ്ട്, അത് സഹാബിൻ്റെതാണോ അല്ലേ നമുക്ക് സംശയം, ഉറപ്പില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് സഹാബിൻ്റെയാണ്, ചിലതെന്ന് അറിയില്ല. അത് നല്ലത് ഒഴിവാക്കലാണ്. കാരണം ഫൈനഹ തുഖിഫിൽ മുഹറമാത്ത്, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ അനുവദനീയമല്ലാത്ത സ്ഥലത്തേക്ക് എത്തിക്കും. നമ്മളിങ്ങനെ തേടി നമ്മുടെ നാട്ടിലൊക്കെ സഹാബിൻ്റെ മക്കാമ് നോക്കി അന്വേഷിച്ച് നടക്കുന്ന പരിപാടിയോ, ലാസ്റ്റ് ഇങ്ങനെ സഹാബി അല്ലാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പോവും. അപ്പോൾ നമ്മൾ നല്ലത് സംശയമാണ്, നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഉറപ്പാണ് പോവാം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു മഹാനാന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ പോകാത്തതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് അവർക്ക് വേണ്ടി ചൊല്ലിയിട്ട് ഹദീ ചെയ്താൽ മതി, അവർക്കെന്തും അങ്ങോട്ട് കിട്ടാനാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ വളരെ രസകരമായൊരു ഭാഗം പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വൈൻ അൽജഅൽ വഖ്ത്, ഇനി നമുക്കൊക്കെ സംശയം ഉണ്ടോ, നിർബന്ധിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാത്രമേ തിജാനി ഉണ്ടാവുള്ളൂ,
നമ്മൾ നിർബന്ധ സാഹചര്യത്തിൽ പോകേണ്ട കാര്യം ഉണ്ടാവും. നമ്മൾ ജിയാറത്ത് പോകും, നമ്മൾ പോകാതിരുന്നാൽ ഞാൻ തിജാനിയാന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്ന ആകെ പ്രശ്നമാവും, ഫിത്തനയാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല ആരെയും, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, എത്ര ഒഴിഞ്ഞു മാറിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ, ഇല ദുഹൂൽ വലിയീൻ ഫദുഹൽ, നിങ്ങൾക്ക് പോകൽ ഒരു വലിയൻ്റെ മക്കാമിലേക്ക് പോകൽ നിങ്ങൾക്ക് നിർബന്ധമായി അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി. നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം നമ്മളെപ്പോഴും പരിശോധിക്കണം, നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതാണോ അല്ലേ. നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിഹാരത്തിന് പോകുന്നുണ്ട്, നമുക്കൊന്ന് പോയൊക്കെ സ്ഥലമൊക്കെ കാണാമല്ലോ, പിന്നെ നെയ്യത്ത് വെച്ചാൽ മതിയല്ലേ പിന്നെ ബഹുമാനിക്കാന്നുള്ളേ എന്നൊക്കെ കരുതി അത് ഒരു പ്രശ്നമാണ്. കാരണം അവിടെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ സൗകര്യം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നമ്മൾ പോവല്ലേ. എല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കി, എനിക്ക് പ്രയാസങ്ങൾ പോയിക്കോളി ഞാൻ വരണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്നാലും എന്താ എനിക്ക് എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു, ആകെ പ്രശ്നമുള്ള അവസ്ഥയിലേക്ക് എത്തിയെന്ന് കരുതാം. എന്നാൽ പിന്നെ പോവാം. ഇനി ഞങ്ങൾ പോയി നിങ്ങളവിടെ പ്രവേശിച്ചാൽ തന്നെ എന്താ ചെയ്യേണ്ടത്? വക്കുൽ അസ്സലാമു അലൈക്കും. ആ വലിയൻ്റെ അടുത്ത് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയാം. വലാ തജീദ് അലൈ, വേറെ ഒന്നും പറയരുത്. നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ കുറേ യാസീനോദ്യ തബാറക്കോദ്യ എന്നിട്ട് ഇങ്ങനെ അവർക്ക് അധികം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ബഹുമാനിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. വലാ തജീദ് അലൈനെ കൂട്ടണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. ഫസല്ലി വദക്കിർ വിരുദക്ക്, നിങ്ങളെന്ത് ചെയ്യുക അവിടെ ഇരുന്നിട്ട് നിസ്കരിച്ചോളി, നിങ്ങളെ വിരുദ്ധമൊക്കെ ചൊല്ലിക്കോളി. അപ്പോൾ സാധാരണ മറ്റവരൊക്കെ ദിയാർത്ത് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ദിയാർത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ വിരുദ്ധമൊക്കെ ചൊല്ലിക്കോളി, ഔറാദും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കോളി. അപ്പോൾ ഒരു കാര്യമായിരിക്കും നിങ്ങൾ കാര്യമായ ജിയാറത്തിലാണെന്ന്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ജിയാറത്തിലാണ്, നിങ്ങൾ ദിക്റും ചൊല്ലാണ്, നിങ്ങൾ ഔറാദ് ചൊല്ലാണ്. അപ്പോൾ ഔറാദ് ചൊല്ലിക്കോളി, സലാം പറയാം, നിങ്ങൾ ഔറാദ് ഇല്ല, വേറെ ഒന്നും ചെയ്യരുത്. വബിത്ത് ലിൽ ലറൂറത്ത്, അവിടെ നിങ്ങൾ നിർബന്ധിത അവസ്ഥയിലാണ്, നിങ്ങൾ അവിടെ മാത്രം വേണമെങ്കിൽ രാത്രി കഴിഞ്ഞോളി, അതും കുഴപ്പമില്ല, നിർബന്ധിത അവസ്ഥയിൽ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ വഖ്റുജ്, നിങ്ങൾ വേഗം തിരിച്ചു പോരുകയും വേണം. നമുക്ക് നിർബന്ധിത അവസ്ഥയിൽ നമുക്കിത് ചെയ്യാം, അവിടെ നമ്മൾ നിയ്യത്ത് നന്നാക്കണം. എന്നാലും നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് ബഹുമാനിക്കാന്ന അർത്ഥത്തിൽ കുറേ ചൊല്ലിയും ഒന്നും ചെയ്യരുത്. നമ്മൾ ഔറാദിലാണ് കൂടുതൽ മുഴുകേണ്ടത് എന്നാണ് പറഞ്ഞിട്ട് സാരം. ഇനിയുള്ള ഭാഗമാണ് കുറച്ചും കൂടി രസകരമായി. നമ്മൾ എന്തുകൊണ്ട് നമ്മളെ ഷെയ്ഖല്ലാത്തവർ സിയാറത്ത് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം, വാത്തക്കത് അന്നൽ വലിയ അയ്യാഖാനമിൽ അക്കാബിർ, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്കറിയണം എന്ത് അന്നൽ വലിയ അയ്യാഖാനമിൽ അക്കാബിർ, ഒരു വലിയ അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും, ഹുവല്ലദി യന്തഫഉ മിൻ സാഹിബി സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഒരു വലിയ എത്ര വലിയ കുത്തുബായ എത്ര വലിയ ഹൗസാണെങ്കിലും ആ വലിയാണ് നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക, അല്ലാതെ നിങ്ങൾക്ക് ആ വലിയൻ്റെ ഉപകാരം ഉണ്ടാവില്ല. നിങ്ങളൊരു മക്കാമിൽ പോയി എന്ന് കരുതുക, എന്നാലും ആ ഷെയ്ഖ് ഇനി വലിയ കുത്തുബായിട്ട് അറിയപ്പെടുന്ന ആളാണെങ്കിൽ പോലും ആ കുത്തുബ് നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക എന്നല്ലാതെ നിങ്ങൾക്ക് ആ വലിയനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഫാൻ തൈന്ദുഹു ബിമൻജിലത്തിൽ മലിക്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ വലിയൻ്റെ മുമ്പിൽ നിങ്ങൾ ഏതുപോലെ ആയിരിക്കും അറിയാം, നിങ്ങൾ രാജാവിനെ പോലെ ആയിരിക്കും, മുമ്പൊരു അടിമനെ പോലെയും. വസയ്യിദി യു അദ്ലിമുഖ്, അദ്ദേഹം നിങ്ങളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളെ മുമ്പിൽ. യതബറഖു ബി അൻഫാസി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മാക്, എന്തിനാ ബഹുമാനിക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശ്വാസം ഉണ്ട് എന്ന് അതിൻ്റെ ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളെ താഴ്ത്തി ഇരിക്കും, അവർ നിങ്ങളെ യജമാനെ പോലെ ബഹുമാനിക്കും, അവർ നിങ്ങളെ രാജാവിനെ പോലെ കണക്കാക്കും. നിങ്ങളെ ബർക്കത്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഓരോ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. നിങ്ങളവിടെ പോകുമ്പോൾ ഒരു തിജാനി ഇങ്ങനെ അവിടെ പോയിട്ട് ഓരോ ബർക്കത്തിന് ഓർക്ക് എന്താ തോന്നുന്നു, ഇയാളെന്തിന് എൻ്റെ ബർക്കത്തെടുക്കുന്നത് എന്താ ചിന്തിക്കുള്ളൂ. കാരണം നിങ്ങളെ ബർക്കത്തെടുക്കാൻ നോക്കുക, കാരണം നിങ്ങളിൽ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സാന്നിധ്യം ഉണ്ട്. ഫൈനഹു ലാ യുഫാരിഖുക ഹദറൻ വസഫറൻ, നിങ്ങൾ മനസ്സിലാക്കിയോ, സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ബയ്യത്ത് ചെയ്താൽ അവരിങ്ങനെ എവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ എവിടെ ഇരിക്കുക, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണ്ടോ? അല്ല, ഒരിക്കലും അല്ല. ഫൈനഹു, തീർച്ചയായും സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് ലാ യുഫാരിഖുക, നിങ്ങൾ ഒരിക്കലും വേർപിരിയൂല. ഹദറൻ വസഫറൻ, നിങ്ങൾ വീട്ടിലാണെങ്കിലും സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, നമ്മൾ മശായിഖുമാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. വസഫറൻ, നിങ്ങൾ യാത്ര ചെയ്താലും നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങൾ എവിടെ പോയാലും ഓരോ നിങ്ങളെ കൂടെ ഉണ്ട്. ബർറൻ വ ബഹ്റൻ, നിങ്ങൾ നാട്ടിലാണെങ്കിലും കടലിലാണെങ്കിലും അവർ നിങ്ങളെ കൂടെ ഉണ്ട്. സ്വഹീഹൻ വ മരീലൻ, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലാണെങ്കിലും അനാരോഗ്യമുള്ള രോഗിയാണെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ട്. യഖദതൻ വ മനാമൻ, നിങ്ങൾ ഉണർവിലാണെങ്കിലും ഉറക്കിലാണെങ്കിലും ഒക്കെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഏതുപോലെ
കൽമറഅത്തിൽ ജുബ്ല ഫലാ യുഫാരിഖുഹൽ ജനീൻ. ഒരു ഗർഭിണിയായ ഉമ്മ അതിൻ്റെ കുഞ്ഞിനെ പിരിയാത്തതുപോലെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഗർഭിണിയായ ഒരു ഉമ്മ കുഞ്ഞ് ഗർഭിണി അവിടെ പോയാലും അവിടെ കുഞ്ഞുണ്ടാവുമല്ലോ. അതുപോലെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിങ്ങൾ ഒരിക്കലും പിരിയുന്നില്ല. നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉണ്ടാവും. ഏതുവരെ മഹാന്മാർ പറഞ്ഞു നിങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരെ ശൈഖ് ഉണ്ട്, ഒരിക്കലും പിരിയൂല. കദാലിക ഷെയ്ഖ് അതുപോലെയാണ് ഷെയ്ഖ്. ലാ യുഫാരിഖു മുരീദഹു മുരീദിനെ ഒരിക്കലും ഷെയ്ഖ് വേർപിരിയൂല. ലിംതിസാജി റൂഹാനിയതിഹി ബിൽ ഫിത്രതി ബിർറൂഹാനിയതി ഫി ആലമിൽ ദർ. ആലമിൽ അർവാഹിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ റൂഹുകളുടെ ഫിത്രത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ റൂഹുമായി കൂടിക്കൊഴിഞ്ഞ് നിന്നുള്ള അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് വെച്ചിട്ടും നമ്മൾ ഷെയ്ഖ് ഒരിക്കലും നമ്മളെ പിരിയൂല. അപ്പോൾ ഷെയ്ഖ് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതൊരു മഹാൻ്റെ അടുത്ത് പോയാലും ഇനി പോകരുതെന്ന് പറയാൻ കാരണം നിങ്ങൾ പോയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊന്നും കിട്ടാനില്ല എന്നുള്ള പറയാനാണ്. കാരണം നിങ്ങളവർ ബഹുമാനിക്കുകയുള്ളൂ, അവരുടെ അടുത്ത് നിന്ന് ബഹുമാനിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല. കാരണം നിങ്ങൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ കൂടെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അഫലാ തസ്തഹി നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഷെയ്ഖ് അവർ പറയാം, അഫലാ തസ്തഹി നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അയ്യറാക്ക ഷെയ്ഖുക നാഖിദൻ നഹ്ദഹു നിങ്ങൾക്ക് ഷെയ്ഖുമായി നിങ്ങളുണ്ടാക്കിയ ഉടമ്പടി തെറ്റിക്കുന്നത് ഷെയ്ഖ് കാണുന്നത് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അപ്പോൾ ഷെയ്ഖുമായി നിങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കുക, എന്നിട്ട് ഷെയ്ഖ് നിങ്ങളെ കൂടെ ഉണ്ടാവും ഫുൾ ടൈം. എന്നിട്ട് ഷെയ്ഖ് നമ്മളോട് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയും ചെയ്യാം, എന്നിട്ട് അത് ഷെയ്ഖ് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഉടമ്പടി ഉണ്ടാക്കിയാലല്ലോ പോകില്ലാന്ന്. എന്നിട്ട് നിങ്ങളവിടെ പോയിട്ട് ഷെയ്ഖ് നിങ്ങളെ കാണുന്നില്ലേ? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? വകദാലിക യുതബറഖു ബിസബഈന അൽഫൻ മിനൽ മലായിക. ഇത് വളരെ എന്താ പറയുക, നമ്മളിപ്പോൾ ഷെയ്ഖ് നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ അറിയാം. എന്നാൽ ഷെയ്ഖ് മാത്രമാണ് നമ്മളെ കൂടെ ഉണ്ടാവുക? ഷെയ്ഖിൻ്റെ കൂടെ മലായിക്കത്തുണ്ടാവും. എത്രത്തോളം മലായിക്കത്തുണ്ടാവും? 70,000 മലായിക്കത്തും ഉണ്ടാവും. ഒരു മുരീദിൻ്റെ കൂടെ സാധാരണ ഷെയ്ഖ് മാത്രമല്ല ഉണ്ടാവുക, ആ ഷെയ്ഖിൻ്റെ കൂടെ 70,000 മലായിക്കത്ത് ഉണ്ടാവും. കദാലിക യുതബറഉ ബിസബഈന അൽഫൻ മിനൽ മലായിക 70,000 മലക്കുകളും ബർക്കത്ത് ചൊരിയുന്നുണ്ട്. തൻസിലു ഫീ കുല്ലി മഖാൻ നസല ബിഹി നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും ആ 70,000 മലക്കുകളും നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്. വയൻസിലു റഹ്മത്തു അലാ കുല്ലി ബുഖഅത്തിൻ നസല ഫീഹാ നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ബർക്കത്ത് ചൊരിഞ്ഞുകൊണ്ട് ഈ മലക്കുകൾ ഉണ്ടാവും, 70,000 മലക്കുകൾ. വൈൻസാറ വദക്കറ വഔറാദ ശൈഖ് ഇൻദ വരീഹിഹി നിങ്ങളൊരു വലിയൻ്റെ മക്കാമിൽ പോയി നിങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഔറാദാണ് ചൊല്ലിയതെങ്കിൽ യർതഹിമു ജമീഉ അഹ്ലിൽ മഖ്ബറ നിങ്ങൾ ആ ഒരു മഖ്ബറയിലെ എല്ലാ ആളുകൾക്കും അതുകൊണ്ട് റഹ്മത്ത് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ പോയി ഒരു മഖ്ബറ പോയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് തിജാനിയത്തിൻ്റെ ഔറാദ് ചൊല്ലി ദുആ ചെയ്താൽ ആ മഖ്ബറകൾ എല്ലാവരും അതുകൊണ്ട് രക്ഷപ്പെടും. ലാ സിയമ്മ ഇൻ ദക്കറ അദ്കാറൻ പ്രത്യേകിച്ചും ഒരു ദിക്ർ. ഏത് ദിക്റാണത്? യഹ്ദുറുഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹാദിറാവുന്ന ദിക്ർ. അതേതാ? വദീഫ ചൊല്ലിയാൽ ജൗഹർത്തുക്കമാർ ചൊല്ലുന്ന സമയത്ത് വിശ്വാസങ്ങൾ അവിടെ ഹാദിറാവെന്ന് പറഞ്ഞല്ലോ. അതാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്താൽ അവിടെയുള്ള എല്ലാവരും നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഷെയ്ഖ് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. 70,000 മലക്കുകൾ നിങ്ങളെ മുകളിലുണ്ടാവും. അവരെപ്പോഴും നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്തുകൊണ്ടുണ്ടാവും. നിങ്ങൾ എവിടെ ഇന്ന് എന്ത് ചൊല്ലിയാലും അവർക്കൊക്കെ അതുകൊണ്ട് റഹ്മത്തുണ്ടാവും. എന്നിരിക്കെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഷെയ്ഖ് കാണാൻ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് സിയാറത്ത് ചെയ്യാൻ പോകുന്നത്? വലിയ നസൽത ഇൻദഹു വലിയ ഇൻ നസലത്ത് ഇൻദഹു യതതൽമദു ലക് നിങ്ങളൊരു വലിയൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ആ വലിയ നിങ്ങളെ തൽമീദാവുക ചെയ്യുക, അതായത് വലിയ നിങ്ങളെ ശിഷ്യനാവുകയാണ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ആ വലിയ ശിഷ്യനാവുകയല്ല ചെയ്യുക. വയുഹിബ്ബു മിൻക ദുആൻ നിങ്ങളിൽ നിന്ന് അവർ ദുആ തേടുക ചെയ്യുക. അവർക്ക് ദുആ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുള്ളൂ. ലാ അന്നക തൻതഫഉ മിൻഹു അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപകാരം കിട്ടുകയല്ല ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ദുആ അവരാണ് തേടുക. ഫഇന്നക മഹജൂറുൻ അലാ ഷെയ്ഖിക് കാരണം നിങ്ങളെ ഷെയ്ഖിൽ
പെട്ടവനാണ്. അപ്പോൾ ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ ഒതുങ്ങിയ ഒരു മുരീദാണെങ്കിൽ ആ മുരീദിൽ നിന്ന് മറ്റുള്ളവർ ദുആ തേടുക ചെയ്യുക, അല്ലാതെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു ഉപകാരവും നിങ്ങൾക്ക് നേടാനില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ട് വൈന്ദഹും ഖാസിറാത്തു തർഫി അത്റാബൻ, അവിടെ ഉണ്ട് ഖാസിറാത്തു തർഫ്, അതായത് അവരുടെ നയനങ്ങളെ നോട്ടത്തിനെ ചുരുക്കിയവർ, പരിമിതപ്പെടുത്തിയവർ, അത്റാബൻ അതായത് പെണ്ണുങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമപ്രായക്കാരായ പെണ്ണുങ്ങളുണ്ടാവും അവിടെ. ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താ? അവർ നിങ്ങളല്ലാത്ത ഒന്നിലേക്ക് നോക്കുന്നതിന് തൊട്ട് അവർ കണ്ണുകളെ താത്തിയവരാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ ഒരു മുരീദാവണം, ഇങ്ങനെ സ്വന്തം ഷെയ്ഖല്ലാത്ത ഒരാളെയും നോക്കാത്തൊരവസ്ഥയിൽ. വാൻത മഖ്സൂറുൻ അലാ ഷെയ്ഖിക്, നിങ്ങളും അതുപോലെയാണ്. നിങ്ങൾ ഷെയ്ഖല്ലാത്ത എല്ലാവരിൽ നിന്നും നിങ്ങളെ ദൃഷ്ടിനെ പരിമിതപ്പെടുത്തിയവരാണ്. ഉംറക ഫി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിൽ, ദുനിയാവിൽ മാത്രമൊന്നുമല്ല, ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഷെയ്ഖല്ലാത്ത എല്ലാവരിൽ നിന്നും നിങ്ങളെ ദൃഷ്ടിനെ താത്തിയവരാണ് നിങ്ങൾ. വഖദ് അലിംത അന്നൽ ഖിസ്മത്തുൽ അസലിയത ലാ തസീദു വലാ തൻഖുസ്, അസലിയായ ഓഹരി, അസലിയ ഓഹരി എന്ന് പറഞ്ഞാൽ അനാദിയിലുള്ള നിങ്ങളുടെ ഓഹരി കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുന്ന ഒന്നല്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ. അമാ ദല്ലഖല്ലാഹു അലാ ഹുസൂസിയത്തി ആദ ഷെയ്ഖ്, ഈ ഒരു പ്രത്യേകമായ ഷെയ്ഖിലേക്ക് നിങ്ങളെ അള്ളാഹു തെളിയിച്ചിട്ടുള്ള ഈ ഒരു ഓഹരി ഉണ്ടല്ലോ, അത് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റാത്ത ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ. ഹത്താ കുൻതു ഇൻദല്ലാഹു മിൻ അഖാബിൽ ആരിഫീൻ, എത്രത്തോളം എന്നാൽ അങ്ങനത്തെ ഒരു ഷെയ്ഖിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിലൂടെ നിങ്ങൾ എന്തായിത്തീർന്നു? അള്ളാഹിൻ്റെ അടുക്കൽ ഉന്നതരായ ആരിഫീങ്ങൾ പെട്ടവനായി. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങൾ എത്തിച്ചു. അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു ഓഹരിയാണ്. അതുകൊണ്ട് ഫഫാം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഖിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതും ആ ഷെയ്ഖിലൂടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ ഉന്നതരായ ആരിഫീങ്ങൾ ഉൾപ്പെടുന്നതൊക്കെ അള്ളാഹിൻ്റെ വലിയൊരു ഓഹരിയാണ്. അതുകൊണ്ട് ഫഫാം, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. വസ്ബുത്ത് വംതസിൽ വസ്തഖിം വാമൽ, അതുകൊണ്ട് നിങ്ങളതിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക, നിങ്ങളതിൽ നിരന്തരം പരിശ്രമിക്കുക, അതുപോലെ തന്നെ അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക. ഫൈന്നക ഇൻ ഹബസത് തർഫക അൻ ഐരി ഷെയ്ഖിക് ബൂൻ, അവരെല്ലാം അള്ളാഹുലേക്ക് ജദ്ബ് കൊണ്ട് മടങ്ങിയവരാണ്. മഹ്ബൂബൂൻ, അവർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹ് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. മുറാദൂൻ, അള്ളാഹ് ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നവരാണ്. മുഅ്തനാബിഹിം അലാമാഹും അലൈഹി, അവർ ഏത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹു ഇങ്ങോട്ട് അവരെ ശ്രദ്ധിക്കുന്നവരാണ്, അവരെ പരിപാലിക്കുന്നവരാണ്. അതാണ് യഥാർത്ഥ തിജാനികളുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ അവകാശവാദം പറയൂല. ഞാൻ വലിയ ആളാണെന്നോ, ഞാൻ വലിയ മഹബത്തുള്ള ആളാണെന്നോ, ഞാൻ വലിയ ഇബാദത്തുള്ള ആളാണെന്നോ, ഞാൻ ഭയങ്കര ദിക്റുള്ള ആളാണെന്നോ ഒന്നും അവർക്ക് അവകാശം ഉണ്ടാവില്ല. ലിഅന്നഹും ലാ യകൂനൂന ഇല്ലാ അലാ വജ്ഹി തഹരീമി ഖുലൂബുഹും തജ്ദീദ് ഖുലൂബുഹും, അവരിങ്ങനത്തെ അവസ്ഥ എത്തിച്ചത് എങ്ങനെയാണ്? ഇല്ലാ അലാ വജ്ഹി തജ്ദീദ് ഖുലൂബുഹും, അവരുടെ ഹൃദയം അവർ കാലിയാക്കിയതാണ്. മിൻ ഐ റബ്ബിഹിം, അവർ റബ്ബല്ലാത്ത ഒന്നിൽ നിന്ന്. അവർക്ക് അവരുടെ ഹൃദയത്തിൽ അല്ലാത്ത ഒന്നിനെ അവർ ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയത്. ആ ഒരു അവസ്ഥയെ അവർക്ക് എങ്ങനെ എത്തിയത്? ലിസത്വ തനൂരി ഷെയ്ഹിഹിം, ഷെയ്ഖിൽ നിന്നുള്ള ഷെയ്ഖിൻ്റെ പ്രകാശത്തിൻ്റെ കുത്തൊയ്ക്ക് അവരിലേക്ക് വന്നതിൻ്റെ മേലിലാണ്. അപ്പോൾ ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഖിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ കുത്തൊയ്ക്ക് ഒരു മുരീദിലേക്ക് ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് അവനെന്ത് ചെയ്യും? അല്ലാത്ത എല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കപ്പെടും. അങ്ങനെ അവൻ്റെ ഹൃദയം അങ്ങനെ ആവുമ്പോൾ അള്ളാഹു അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ അങ്ങോട്ട് ആഗ്രഹിക്കും, അള്ളാഹു അങ്ങോട്ട് അവനെ പരിലാളിക്കുന്ന സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഖുവ്വത്തി അതിനായിബിഹിം ഫലാ തജിദുഹും ആഫിലൂന അൻ റബ്ബിഹിം, അവരെപ്പോഴും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിലായിരിക്കും. ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിലാളന കൊണ്ട് അവരെപ്പോഴും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിലായിരിക്കും. അവരൊരിക്കലും അവരെ റബ്ബിനെ തൊട്ട് അഫലത്തിലായി നിൽക്കൂല. റബ്ബിൻ്റെ അഫലത്ത് അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് യഥാർത്ഥ തിജാനിയുടെ അവസ്ഥ. അതുകൊണ്ടാണ് അവർ മഹബൂബീങ്ങളായത്. ഇനി നമ്മളിതൊക്കെ തിജാനികളുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കി. തിജാനികൾ ഇങ്ങനെ ആയിരിക്കും, അള്ളാഹിൻ്റെ മഹബൂബീങ്ങളായിരിക്കും, അവർ വലിയ സ്ഥാനമുള്ളവരായിരിക്കും, അവരുടെ ഹൃദയത്തിൽ അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അവർക്ക് കാര്യമായ പ്രയാസങ്ങളുണ്ടാവില്ല, അവരെ അള്ളാഹു വലിയ പരീക്ഷണം കൊണ്ട് പരീക്ഷിക്കൂല, നല്ല റാഹത്തിലായിരിക്കും അവരുടെ അവസ്ഥ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇതൊന്നല്ലല്ലേ നമ്മൾ തിജാനികളിൽ കാണുന്നത്. അങ്ങനെ തോന്നുന്ന അവസ്ഥ ഉണ്ടല്ലോ, ഇതൊക്കെ പറയുന്നു. എന്നാൽ തിജാനികളിൽ ഇങ്ങനൊന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ തോന്നുമല്ലോ.
വൈദാ വജത്ത മിൻ അസ്ഹാബി സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു മൻ തഅയ്യറത ഹാലുഹു, ഈ പറഞ്ഞ ഹാലിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ തിജാനി തരീഖത്തിൻ്റെ അഹമ്മദ് തിജാനി തങ്ങളെ മുരീദന്മാരെ നിങ്ങൾ കണ്ടാൽ നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന്. ഫഖ്ത ബി അന്നഹു വഖാലഹു ഷൈഉൻ, നിങ്ങൾ ഉറപ്പിച്ചോ അവരിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കാനുണ്ടാവും. നമ്മളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിലൊക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് ഈ തിജാനികൾക്ക് ഉണ്ടാവുന്ന യഥാർത്ഥമായ അവസ്ഥ നമുക്ക് ഉണ്ടാവാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതോ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ശൈഖ് അവറുകൾ പറയാണ് വഖ്ത ബി അന്നഹു വഖാലഹു ഷൈഉൻ, ഇനി പറയപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഏതോ ഒന്ന് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇങ്ങനെ ആവണത്. നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണത്? ഫി അംറിൽ ഉഹൂദി ബൈനഹു വ ബൈന ശൈഖിഹി, ഷെയ്ഖും അവരും തമ്മിലുള്ള ബയ്യത്തിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? ഇമ്മ അന്നഹു ദഖല അവ്വലൻ വലം യതഖിനു കൈഫിയത്ത് ദുഹൂൽ, അവർ ത്വരീഖത്തിലേക്ക് വരുമ്പോൾ ത്വരീഖത്തിൻ്റെ പ്രവേശനത്തിന് ആവശ്യമായ ഒരു പരിപൂർണത അവർ നേടിയിട്ടുണ്ടാവില്ല. എന്ത് പരിപൂർണത? മിൻ അന്ന ഷെയ്ഖ് ലാ യുഹിബ്ബു വലാ യസ്ഹബു ഇല്ലാ ലില്ലാഹ്, ഈ ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്യലും ഷെയ്ഖിനെ സ്നേഹിക്കലും ഷെയ്ഖിനെ കൂടെ നടക്കലും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒന്നിനും ആവരുത്. ഫത്ഹിന് വരെ ഉദ്ദേശിച്ചാവരുത് നിങ്ങൾ ഷെയ്ഖിന് ബയ്യത്ത് ചെയ്യുന്നത് എന്നായിരിക്കണം ആ ഒരു കണ്ടീഷൻ. ചിലപ്പം പലരും മുരീദാവുന്നത് എന്താവില്ല, ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആവില്ല. അവർ ബയ്യത്ത് ചെയ്ത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയല്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ഉദ്ദേശത്തിന് വേണ്ടി ആ ഒരു ഉദ്ദേശം മാറിപ്പോയി. അപ്പോൾ അവർക്ക് ഷെയ്ഖും അവരും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവില്ല. ഷെയ്ഖും ഇതും തമ്മിലുള്ള കണക്ഷൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയല്ല എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഷെയ്ഖിനെ സ്വീകരിച്ചേക്കാം. അങ്ങനെയാണ് ചിലപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഒന്ന് റെഡി ആയാലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെന്തെങ്കിലും നല്ല റാഹത്തുണ്ടായാലോ, എൻ്റെ കല്യാണം റെഡി ആയാലോ, അല്ലെങ്കിൽ എനിക്ക് കുറേ നല്ല ഇൽമ് കിട്ടിയാലോ, അല്ലെങ്കിൽ എനിക്ക് ഫത്ഹ് കിട്ടിയാലോ, ഞാൻ വലിയ ആരിഫായാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഖിനെ പിന്തുടരുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഷെയ്ഖും മുരീദും തമ്മിൽ എന്തൊക്കെയോ വെള്ളലകൾ വന്നിട്ടുണ്ട് ആ ബന്ധത്തിൽ. അതുകൊണ്ട് ഈ തിജാനിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ചിലപ്പോൾ ആ മുരീദിലുണ്ടാവില്ല എന്ന് ഷെയ്ഖ് പറയാണ്. ഒരു കാര്യം അതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളങ്ങനെ ഉണ്ടോ ഒന്നത്. അല്ലെങ്കിലോ തറാലഹു ആരിദൻ ബഅദ ദുഹൂൽ ബിൻതിഖാലി ഖൽബിഹി ഇലാ ഐരി ഷെയ്ഖിഹി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവൻ്റെ ഹൃദയം ഷെയ്ഖല്ലാത്ത ഒരാളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ബയ്യത്ത് ചെയ്തതിന് ശേഷം ഷെയ്ഖല്ലാത്ത ഒരാളിലേക്ക് അവൻ്റെ ഹൃദയം തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ബയ്യത്ത് ചെയ്യുന്ന സമയത്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി എന്നൊക്കെ ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ ബയ്യത്ത് ചെയ്തതിന് ശേഷം ഷെയ്ഖല്ലാത്ത ഒരാളിലേക്ക് അവൻ്റെ ഹൃദയം തിരിഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ അത്. ഔ ബി തഹാവുനു ഫീ ദീനിഹി അല്ലദീ ഹുവ ത്വരീഖത്തു ഷെയ്ഖിഹി, നമ്മളെ ഷെയ്ഖിൻ്റെ മാർഗമായിട്ടുള്ള ദീനിനെ പൂർണ്ണമായി നമ്മൾ അവഗണിച്ചത് കൊണ്ട് നമ്മൾ ബയ്യത്തൊക്കെ ചെയ്തു, പക്ഷേ ദീൻ എന്ന സാധനം തന്നെ നമ്മൾ കൊണ്ടെടുക്കണില്ല. അങ്ങനത്തെ അവസ്ഥ ആയാലും അങ്ങനെയും പ്രശ്നം തന്നെ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു. ഔ ബി ഇദാഅത്തില്ലാഹി വ റസൂലിഹി വ ശൈഖിഹി ബി തഅയീരി ബഅദൽ ഫുഖറാ, ഇത് നമ്മൾ വളരെ സീരിയസ് ആയി മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബയ്യത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. തിജാനികൾക്ക് ഈ പറയുന്ന എന്തൊക്കെ വലിയ വിശേഷണങ്ങളാവും, ഇതൊക്കെ ഭയങ്കരമാണല്ലോ, പക്ഷേ എനിക്കിതൊന്നുമില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സാധനം നമുക്കുണ്ടോ? ചില 90% നമ്മളിൽ ഉണ്ടാവുന്നതായിരിക്കും ഈ പ്രശ്നമായിരിക്കും. ഔ ബി ഇദാഅത്തില്ല, നിങ്ങൾ അള്ളാഹിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. വ റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചിട്ടുണ്ടാവും. വ ശൈഖിഹി, ശൈഖിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. നമ്മൾ ശൈഖിനെയും അള്ളാഹി റസൂലുള്ളാഹികളൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കോ? ആരും ഉപദ്രവിക്കുന്നില്ല, പക്ഷേ ഉപദ്രവിച്ചിട്ടുണ്ടാവും. എങ്ങനെ? ബിത്തഗയീരി ബഅദൽ ഫുഖറാ, തിജാനികളായ ഏതെങ്കിലും ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കാര്യം കിട്ടാതാവാനുള്ളൊരു കണ്ടീഷൻ എന്താ? നിങ്ങൾ ബയ്യത്തൊക്കെ ചെയ്തു, ഷെയ്ഖിന് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്തത്. വേറൊരു ഷെയ്ഖിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ടില്ല. ദീനൊക്കെ പക്കയാണ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത് അതൊക്കെ പക്കയാണ്. അതിലേക്ക് ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത് ഒക്കെ ഉഷാറാണ്. പക്ഷേ തിജാനികളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് നമ്മളെ പരിപാടി. അവരെ ബുദ്ധിമുട്ടാക്കുക, അവരെ വിഷമാക്കുക, ഇതാണ് നമ്മുടെ പരിപാടി. അവരെ പറ്റി കുറ്റം കുറവ് പറഞ്ഞെടുക്കുക, ഇതാണ് നമ്മൾ പരിപാടി. അവരെ ഐബ് അന്വേഷിക്കുക, ഇതാണ് നമ്മൾ പരിപാടി. ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷെയ്ഖിന്ന് മുറിഞ്ഞു പോകും. നമുക്ക് അതുകൊണ്ടൊരു കാര്യവും കിട്ടൂല. കാരണം അതിലൂടെ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഷെയ്ഖ് അവറുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവരോട് നമ്മളങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അഹമ്മദ് തിജാനി തങ്ങൾക്ക് വേദനാവും. അള്ളാഹുവിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അഹമ്മദ് തിജാനി തങ്ങളെ വേദനിപ്പിച്ചാൽ അള്ളാഹിനെ വേദനിപ്പിച്ച പോലെയാണ്. അള്ളാഹിനെ വേദനിപ്പിച്ചാൽ ഒരിക്കലും അവനിലേക്ക് ഒരു ഹൈറും ഉണ്ടാവില്ല.
അവൻ എത്ര നല്ല തിജാനിയായിട്ട് ഒരു കാര്യമില്ല. പിന്നെ എങ്ങനെയാണ് അവരെ വേദനിപ്പിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്? ബിമായ ഖുറഹു മിൻ അൻവാ ഇൽ മുഅദിയാത്ത്, എന്തെങ്കിലും തരത്തിലുള്ള വേദന കൊണ്ട് അവരെ വേദനിപ്പിച്ചാൽ, നാവ് കൊണ്ട് വേദനിപ്പിച്ചു, കൈ കൊണ്ട് വേദനിപ്പിച്ചു, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മൾ വേദനിപ്പിച്ചാൽ അതുകൊണ്ട് അവർക്ക് ഷെയ്ഖുമായിട്ടുള്ള കണക്ഷൻ മുറിഞ്ഞു പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കി നോക്കുക. ഒന്നാമത്തത്, നമ്മൾ ഷെയ്ഖിനെ സ്വീകരിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല. പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുക, നമ്മൾ ഷെയ്ഖിനെ സ്വീകരിച്ച അള്ളാഹ്ക്ക് വേണ്ടിയാണോ? നമ്മളെന്തോ ഒരു ദുനിയാവിനെന്താ ആഗ്രഹം കണ്ടിട്ടാണോ അതിൽ വന്നത്? അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് കൂടിയാൽ കുറച്ച് സലാത്തൊന്നും കൂടി ചെല്ലാം എന്നൊക്കെ വിചാരിച്ച് മാത്രമാണോ ഇതിലേക്ക് കയറിയത്? അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കറാമത്തും കശ്ഫൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, അതിലേക്കൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചാണോ വന്നത്? അല്ലെങ്കിൽ കുറച്ച് ഫത്ഹ് കിട്ടുന്നതാണോ നിങ്ങൾ വിചാരിച്ചിട്ടാണോ വന്നത്? എന്നാൽ ഇതൊന്നും കിട്ടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇത് മാത്രമാണോ നിങ്ങളുടെ ഉദ്ദേശം? അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ബയ്യത്ത് പുതുക്കൽ നിർബന്ധമാണ്. കാരണം ആ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഇതിലേക്ക് ഷെയ്ഖിലേക്ക് എത്തിച്ചതെങ്കിൽ അവിടെ നമ്മളെ ഷെയ്ഖും നമ്മളും തമ്മിൽ ആ ഉദ്ദേശം അങ്ങനെ കടന്നു നിൽക്കും, എന്താവില്ല, നമ്മളെ കണക്ഷൻ റെഡി ആവില്ല. അപ്പോൾ അതാണോ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഷെയ്ഖിന് വന്നതിന് ശേഷം നമ്മൾ വേറെ ഔലിയാക്കന്മാരിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ നോക്കണം. മൂന്നാമത്തത്, ഷെയ്ഖിന് വന്നതിന് ശേഷം നമ്മൾ ദീനിനെ പാടെ ഉപേക്ഷിക്കുന്ന രൂപത്തിലാണോ ഉള്ളത്? ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തുന്നില്ലേ? തെറ്റുകൾ വന്നു പോയിട്ടില്ല പോകുന്നതല്ലേ പറയുന്നത് കേട്ടോ. എന്നാൽ നമ്മളെ ജീവിതം ഖുർആനും ഹദീസും അനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നില്ലേ? അതല്ലേ നമ്മളെ ദീനം ഒഴിവാക്കിയിട്ട് നടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. മൂന്നാമത്തതായി. നാലാമത്തത്, ഇതിലാണ് പലപ്പോഴും നമ്മൾ വീണു പോവുക. അതെന്താണ്? നമ്മളെ മുരീദന്മാരെ വേദനിപ്പിക്കുന്ന പരിപാടിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ത്വരീഖത്തുനിന്ന് ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. നമ്മൾ തിജാനിയാണ്, തിജാനിക്ക് ഇത്ര മഹത്വം ഉണ്ടാവും, കുത്തുബുകൾ വരെ തിജാനിക്കിൻ്റെ മഹത്വം കണ്ട് അത്ഭുതപ്പെടും. തിജാനിക്ക് നാളെ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, തിജാനി ഈ അവസ്ഥയിൽ തന്നെ അള്ളാഹ് അല്ലാത്ത എല്ലാം ഹൃദയത്തിൽ നിന്ന് ഒഴിവായ ആളായിരിക്കും, എന്ത് നല്ല സ്വഭാവമുള്ള ആളായിരിക്കും, ഹൃദയത്തിൽ അള്ളാഹ് ലക്ഷ്യം ഉണ്ടാവില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും നമ്മൾക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുക, ഞാൻ വേറെ ഏതെങ്കിലും തിജാനിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം, എന്നിട്ട് ബയ്യത്തൊക്കെ പുതുക്കണം. എന്നാലേ എന്താവുള്ളൂ, നമുക്ക് യഥാർത്ഥ തിജാനിൻ്റെ ഗുണം എന്താണോ അത് കിട്ടുള്ളൂ. വൈന്ന സയ്യിദിന റളിയല്ലാഹു അൻഹു ഖാൽ, കാരണം സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലന മർത്തബത്തുൻ ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ എനിക്കൊരു മർത്തബുണ്ട്, ഒരു സ്ഥാനമുണ്ട്. തനാഹത്ത് ഫി ഉലുവി, അതിൻ്റെ മഹത്വം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് സമ്മതമല്ല. മഹത്വം പറയാനൊരു സമ്മതമാണല്ലോ, പറയാൻ എനിക്ക് സമ്മതമില്ല. അത്രത്തോളം മഹത്വമുള്ളൊരു മക്കാമുണ്ട് എനിക്ക്. തനാഹത്ത് ഫി ഒലുവി ഹത്താ യുഹ്റമ ദിക്റുഹ, അതിനെനിക്ക് പറയാൻ എനിക്ക് സമ്മതമല്ല, അത് പറയൽ എനിക്ക് ഹറാമാണ്. ആ രൂപത്തിൽ വലിയൊരു മക്കാം എനിക്കുണ്ട്. ലൈസത്ത് ഹിയമാ ദക്കർത്തുഹു ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നല്ല ആ മക്കാമ്. ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമോ ഖുതുബുൽ മഖ്തൂം എന്നുള്ള മക്കാമോ എന്നല്ല അത്. അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് വേറൊരു മക്കാമുണ്ട്. ആ മക്കാമ് എനിക്ക് പറയൽ ഹറാമാണ്, നിങ്ങളോട് പറയൽ ഹറാമാണ്. അത്രയും ഉന്നതമായൊരു മക്കാമാണിത്. ഹത്താ എത്രത്തോളം തന്നാൽ ആ മക്കാമിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അന്നമൻ ലം യതഹഫൽ അലാ തഈരി ഖൽബി, ആരെങ്കിലും എൻ്റെ കൽബിനെ വേദനിപ്പിക്കുന്നത് തൊട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, എനിക്ക് അത്രയും വലിയ മക്കാമുണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ, സൂക്ഷിച്ചോളി, എൻ്റെ കൽബിനെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. എങ്ങനെ എൻ്റെ കൽബിനെ വേദനിപ്പിക്കാം? സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളെ കൽബിനെ എങ്ങനെ വേദനിപ്പിക്കുക ഒരാൾക്ക്? അങ്ങനെ സാധിക്കും? നമ്മളിപ്പോൾ സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളോടൊന്നും ചെയ്യുന്നില്ലല്ലോ. പറയാ എങ്ങനെ? ബിഹിഫുലി ഹുറുമത്തി അസ്ഹാബി, എൻ്റെ മുരീദന്മാരെ ഹുർമത്തുണ്ടല്ലോ, ഹുർമത്തിന് പവിത്രത, അവർക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, ഒരു അഭിമാനം ഉണ്ടാവില്ലേ, അവർക്കൊരു മൂല്യം ഉണ്ടാവില്ലേ, അതിനൊക്കെ അവമതിക്കുകയോ അവനെ തരം താത്തുകയോ ചീത്ത പറയുകയോ മോശപ്പെടുത്തുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്താൽ, അങ്ങനെ ചെയ്തിട്ട് എന്നെ നിങ്ങൾ വേദനിപ്പിച്ചാൽ, അതായത് എന്നെ വേദനിപ്പിക്കുന്നതിന് തൊട്ട് നിങ്ങൾ സുരക്ഷിതരല്ലെങ്കിൽ, അതായത് തിജാനി മുരീദന്മാരെ വേദനിപ്പിച്ചിട്ട് എന്നെ നിങ്ങൾ വേദനിപ്പിച്ചാൽ എന്താ സംഭവിക്കാം? തറദഹുല്ലാഹു അൻ ഹദ്റത്തി ഖുദ്സിഹി, അല്ലാഹു തആല അള്ളാഹിൻ്റെ പവിത്രമായ ഹദ്റത്തിൽ നിന്ന്, പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുറന്തള്ളും, പിടിച്ചങ്ങോട്ട് പുറത്തിടും. പൊയ്ക്കോ പറയും, ഇവിടെ നിന്ന് എന്ത് ഇബാദത്ത് ചെയ്തിട്ട് എന്താ കാര്യം, എന്ത് ദിക്റിലിട്ട് എന്താ കാര്യം, എൻ്റെ ഇൽമുകൊണ്ട് ഒന്നുകൊണ്ട് ഒരു കാര്യമില്ല, ഈ പൊയ്ക്കോ. എന്താണ്? അഹമ്മദ് ജാൻ തങ്ങൾ നിങ്ങൾ വേദനിപ്പിച്ചു,
അതിവിടെ സഹിക്കാൻ പറ്റില്ല, അനുവദിക്കാൻ പറ്റില്ല. പുറത്താക്കും അള്ളാഹിൻ്റെ സാന്നിധ്യത്തെ തൊട്ട്. അവൻ എത്ര വലിയ ആരിഫാണെങ്കിലും പുറത്താവും. എന്തുകൊണ്ടാണ്? അഹമ്മദിയാനങ്ങളെ വേദനിപ്പിച്ചു. അഹമ്മദിയാനങ്ങൾ മുരീദിനെ വേദനിപ്പിക്കുന്നതിലൂടെ. വസൽബഹു മാ മനാഹു, അതുപോലെ തന്നെ അള്ളാഹു താല അവൻ എന്ത് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ അവൻ എടുത്തു കളയും. ദീനിൻ്റെ, ത്വരീഖത്തിൻ്റെ, മാരിഫത്തിൻ്റെ, മഹബത്തിൻ്റെ, വറായിൻ്റെ, സുഹുദിൻ്റെ, തവക്കുലിൻ്റെ, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാവുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു അവൻ നിന്ന് ഊരിക്കളയും. പിന്നെ ഒന്നും ഉണ്ടാവില്ല അവന് തൗബ ചെയ്തിട്ടല്ലാതെ. എന്താ തൗബ? അതിനുണ്ടാ തൗബ എന്താ? അവൻ പോയിട്ട് ആ മുരീദിനെ പൊരുത്തപ്പെടിക്കുക, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹൃദയത്തെ സാന്ത്വനപ്പെടുത്തുക. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ അവൻ തിരിച്ചു കിട്ടും. ഇല്ലേ ഓന് ആ ഒരു മുരീദിനെ വേദനിപ്പിക്കുന്നതോട് കൂടി തന്നെ ഇത് മൊത്തം തകർന്നു പോകും. മാനൻ. അപ്പോൾ മറ്റൊരു ഭാഗം വായിക്കുകയാണ് ശൈഖ് അവറുകൾ. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലി അസ്ഹാബിക്, നിങ്ങൾ നിങ്ങളുടെ സഹാബാക്കളോട്, മുരീദന്മാരോട് പറയണം, ലാ യുഅദി ബഅദുഹും ബഅദാ, നിങ്ങൾ പരസ്പരം എന്നെ വേദനിപ്പിക്കരുത്. ഫൈദാ യുഅദീനി മാ യുഅദീഹിം, അവരെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലാ യുഅദീനി ബഅദുഹും ബഅദാ, നിങ്ങൾ പരസ്പരം വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത്. ഫൈന്നഹു യുഅദീനി മാ യുഅദീഹിം, അവരെ വേദനിപ്പിക്കുമ്പോൾ എനിക്കാണ് വേദന വന്നത്. വിശ്വാസങ്ങൾ പറയുകയാണ്, അഹമ്മദിയാനങ്ങൾ എന്നെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. അപ്പോൾ എങ്ങനെ വേദനിപ്പിക്കുന്നത്? വിശ്വാസങ്ങളെ മുരീദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്നതോടെ എനിക്കാണ് വേദന ആവുന്നത്. അത് നിങ്ങൾ ചെയ്യല്ലേ. ഇപ്പോൾ ആ വേദനൻ്റെ ഇതിൻ്റെ ഒരു പാശ്ചാത്തലം ഉണ്ട്. എന്തായിരുന്നു? അധികമൊന്നും കച്ചറ ഉണ്ടാക്കിയില്ല അവർ. മുരീദന്മാർ ഒരു മുക്കദ്ദമും വേറെ മുക്കദ്ദമും ഉണ്ടായിരുന്നു. അവരെ കൂടി രണ്ട് മുരീദന്മാരുണ്ടായിരുന്നു. അപ്പോൾ മുരീദ് പറയുകയാണ് എൻ്റെ മുക്കദ്ദമാണ് വലുത് മറ്റേ മുക്കദ്ദമിനേക്കാളും, അല്ല മറ്റേ ആൾ പറയണം എൻ്റെ മുക്കദ്ദമാണ് വലുത് നിങ്ങളെ മുക്കദ്ദമിനേക്കാളും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. ഒരു ആരോഗ്യകരമായ, നമ്മൾ മനസ്സിൽ വരുമ്പോൾ ഒരു ആരോഗ്യകരമായ തർക്കം അവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് പോലും ആ തർക്കം വരെ ഒഴിവാക്കാൻ വിശ്വാസങ്ങൾ അഹമ്മദിയാനങ്ങൾ കൊണ്ട് പറഞ്ഞു. എന്തിനു പേരിൽ? അത് ചെയ്യുമ്പോൾ എനിക്ക് വേദനാവ് ചെയ്യണത്, അത് ഉപേക്ഷിക്കാൻ പറയും. ഖാല ശൈഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, അല്ലാഹു ഫി അസ്ഹാബി, എൻ്റെ മുരീദന്മാരുടെ വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിച്ചിട്ടോ, ശ്രദ്ധിച്ചോ. എൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, കാരണം ഞാൻ പരിശുദ്ധനാണല്ലോ, ഒരു തെറ്റുമില്ലല്ലോ. നമുക്ക് ഷെയ്ഖിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഷെയ്ഖുൽ തങ്ങൾക്ക് നമുക്ക് ഇപ്പം കണ്ടെത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഷെയ്ഖ് നമ്മളോട് പറയുന്നത് മുരീദന്മാരുടെ വിഷയം നന്നായി സൂക്ഷിച്ചോ. അവിടെ നമ്മൾ പരാജയപ്പെടാൻ അവിടെയാണ് ഏറ്റവും വലിയ സാധ്യത ഉള്ളത്. അതുകൊണ്ട് മുരീദന്മാരുടെ വിഷയം സൂക്ഷിച്ചോ. ഇന്നല്ലദീന യുഅദൂനല്ലാഹു വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ-ആഖിറ, ആരെങ്കിലും അല്ലാഹുവിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിപ്പിച്ചാൽ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ-ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിൻ്റെ ലഅനത്ത് അവനുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ശൈഖ് അവറുകൾ പറഞ്ഞ രൂപത്തിലുള്ള ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഒന്നെങ്കിൽ നിങ്ങളെ ശൈഖിനെ സ്വീകരിച്ചതിൻ്റെ ലക്ഷ്യം നന്നായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ ഏതെങ്കിലും ശൈഖിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദീനിനെ പാടാൻ നിങ്ങൾ ഉപേക്ഷിച്ച് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ഖിനെ റസൂലുള്ളാഹികളൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എങ്ങനെ? മുരീദന്മാരെ വേദനിപ്പിക്കുന്നതിലൂടെ. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിജാനിയായി നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. നമ്മളൊക്കെ ചിലപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹ് നമ്മൾ കാക്കട്ടെ. ശരി, എൻ്റെ അടുത്ത ഭാഗം മലയാളം വായിക്കാം. ഈ നിബന്ധന അംഗീകരിക്കാനും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഭദ്രമാക്കാനും തത്വങ്ങൾ സാക്ഷാത്കരിക്കാനും അള്ളാഹു ഒരാൾക്ക് സ്ഥിരത നൽകിക്കഴിഞ്ഞാൽ മുഖദ്ദം അവനോട് രണ്ടാമത്തെ നിബന്ധനയെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത് നേരത്തെ നിബന്ധനൻ്റെ കാര്യം കഴിഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവന് സ്വീകരിച്ചാൽ രണ്ടാമത്തെ നിബന്ധന പറഞ്ഞു കൊടുക്കാം. ഇത് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? വേറെ ഔലിയാക്കന്മാർ ജിയാർത്ത് ചെയ്യരുത്, അതിൻ്റെ കാരണങ്ങൾ അത്രയും പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ നിബന്ധന പറഞ്ഞു കൊടുക്കുക. അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ നിന്നും ഷെയ്ഖ് സ്വീകരിച്ചിട്ടുള്ള ഔറാദുകൾ പതിവാക്കുക എന്നാണ്. ഔറാദുകൾ കൊണ്ടെടുക്കണം. അതോടൊപ്പം ഷെയ്ഖിനോടും അദ്ദേഹത്തിൻ്റെ ത്വരീഖത്തിനോടും അദ്ദേഹത്തിൻ്റെ മുഴുവൻ അനുചരന്മാരോടും മരണം വരെ സ്നേഹം നിലനിർത്തുകയും വേണം. ഔറാദ് കൊണ്ടെടുത്താൽ മാത്രം പോരാ, പിന്നെ തിജാനികളോടും തിജാനി ത്വരീഖത്തിനോടും നല്ല സ്നേഹം കൊണ്ടെടുക്കണം. ആരും വെറുപ്പുണ്ടായി എനിക്ക് ആ തിജാനി വെറുപ്പാണെന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവരുത്. ഒരു തിജാനി നമുക്ക് വെറുക്കാൻ പറ്റില്ല. ബാഹ്യമായ തിജാനിയാണോ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇതിനായി അവൻ മനസ്സുറപ്പിച്ച് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യണം. മരണം വരെ ഷെയ്ഖിൻ്റെ ഔറാദുകൾ പതിവാക്കുമെന്നും അദ്ദേഹത്തെ സ്നേഹിക്കുമെന്നും ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നു എന്നവൻ പറയണം. മനസ്സുകൊണ്ട് അവൻ പറയണം.
അങ്ങനെ ആ പ്രതിജ്ഞ അവൻ്റെ ഉള്ളിൽ വേരുറക്കുകയും അവൻ അതിലെ നിയ്യത്ത് സംശുദ്ധമാക്കുകയും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ത്വരീഖത്തിൻ്റെ ആളുകൾക്ക് നിർബന്ധമായ കർത്തവ്യങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ തനിക്ക് ബയ്യത്ത് തരുന്നവരോട് സകല സംശയങ്ങളും നീങ്ങുന്ന വിധത്തിൽ അത് വ്യക്തമായി തുറന്നു പറയണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഔറാദ് കൊണ്ടെടുക്കും. ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനങ്ങളും ത്വരീഖത്തിൻ്റെ നിയമങ്ങളും അത് കൊണ്ടെടുക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ വ്യക്തമായി പറയണം മുഖദ്ദമിനോട്. എന്താ പറയേണ്ടത്? ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, എനിക്കത് രസകരമായി തോന്നിയാൽ ഞാൻ തുടരും, ഇല്ലെങ്കിൽ മറ്റൊന്ന് മാറും എന്ന് അവനൊരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഒരു പരീക്ഷണത്തിൽ ഞാൻ നോക്കി നോക്കട്ടെ, ബയ്യത്ത് ചെയ്ത് നോക്കട്ടെ, ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം എന്ന് പറയരുത്. നമ്മളാരെയും അങ്ങനെ കൊണ്ടുവരികയും ചെയ്യരുത്. ഈ നോക്കി നോക്ക്, എന്തായാലും ഉഷാറായിരിക്കും, എനിക്കത് ഫത്ത് കിട്ടും, എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നമ്മൾ കൊണ്ടുവരുത്. ഇവിടെ ആളെ കൂട്ടുന്ന പരിപാടിയേ ഇല്ല. ഇവിടെ നല്ല തിജാൻ ത്വരീഖത്തിൽ ആളെ കൂട്ടുന്ന പരിപാടിയിലല്ല ഉള്ളൊരു മതി. നമ്മൾ ആരെയും ഓരോ പരീക്ഷണാർത്ഥങ്ങളൊന്ന് കൊണ്ട് വന്നു നോക്ക്, എൻ്റെ ദിക്കറും ഭയങ്കര സംഭവമാണ് അവിടെ, എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരരുത്, ഒരിക്കലും കൊണ്ടുവരരുത്. അവരോട് പറയുക, നിബന്ധന പാലിക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു പോയിക്കോട്ടെ, നമുക്ക് ഇതിൽ നിങ്ങൾ വരണം എന്നൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ സംശയത്തിൻ്റെ മേലിൽ ഇതിലേക്ക് വരരുത്. വ്യക്തമായി പറയണം, ഇത് മരണം വരെ കൊണ്ടെടുക്കും എന്ന് പറയണം. കാരണം നമ്മുടെ ത്വരീഖത്ത് അത് കർശനമായി വിലക്കപ്പെട്ടിരിക്കുന്നു. ഇത് അടിസ്ഥാനപരമായ നബവി ത്വരീഖത്താണ്. അതിനാൽ ഇസ്ലാമിലുള്ളവർ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്നത് പോലെ തന്നെ ഇതിൽ പ്രവേശിക്കുന്നവർ ഇതിൽ ഉറച്ച് നിൽക്കാൻ നിർബന്ധമാണ്. ഇസ്ലാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പിന്നെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ ഈ ത്വരീഖത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ഈ ത്വരീഖത്തിന് പുറത്തു പോകാൻ പറ്റില്ല, അത് നിർബന്ധമാണ്. ഫഹാദിഹി ത്വരീഖത്തു മിസാലുഹ മസലുൽ ആഖിറ. ഈ ത്വരീഖത്തിൻ്റെ ഈ ത്വരീഖത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ആഖിറത്തിൻ്റെ ഉദാഹരണം പോലെയാണ്. ആഖിറം എന്താണ്? അതുപോലെയാണ് നമ്മൾ ത്വരീഖത്ത്. ഫഹിയ അസ്ലീയത്തുൻ, ആഖിറമാണ് നമ്മളെ അസ്ല്. ഫദുന്യ ആരിലത്തുൻ അഖ്ലൻ ലി ജവാലിഹ. ദുനിയാവ് എന്ന് പറയുന്നത് താല്പര്യങ്ങളെ മേലുള്ളതാണ്, മാത്രമല്ല അതെന്തുകൊണ്ട് അത് നശിച്ചു പോകുന്നതുമാണ്. ദുനിയാവ് ഒരു ആക്സിഡൻറ്റ് പോലെയാണ്. അതായത് അത് വന്നു പോവും. അത് നമുക്ക് സ്ഥിരമായി നിൽക്കേണ്ട ഒരു സ്ഥലമല്ല. സ്ഥിരമായി നിൽക്കേണ്ട സ്ഥലം എവിടെയാണ്? ആഖിറാണ്. ആഖിറത്തിലേക്കാണ് നമ്മളെ പോക്ക്. ദുനിയാവ് ഒരു ആക്സിഡൻറ്റ് പോലെയാണ്, കുറച്ച് ദിവസം വന്ന് നിൽക്കാനുള്ള സ്ഥലം, അത്രയേ ഉള്ളൂ. ഫകമാ അന്നൽ അഹ്യാ യൻതഖിലൂന ഇലാ ആഖിറത്തുൽ അബദിയ്യ. ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ശാശ്വതമായ പരലോകത്തേക്ക് മാറുന്നത് പോലെ മിൻ ഐരി റുജൂഇൻ, തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ, ലി അസ്വാലത്തിഹ, എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ അടിത്തറ എന്ന കാരണം കൊണ്ട്. അപ്പം പരലോകത്തേക്ക് ഒരാൾ പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലോ പോകുന്നത്. പരലോകത്തേക്ക് പോയാൽ അത് സ്ഥിരമായ പോക്കാം, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. കദാലിക സായിറു ത്വരീഖ മിസ്ല ദുനിയ. ഇതുപോലെ തന്നെയാണ് മറ്റു ത്വരീഖത്തുകളും. അത് ദുനിയാവിനെ പോലെയാണ്. തിജാനി ത്വരീഖത്ത് ആഖിറത്തിനെ പോലെയാണ്. അതിൽ തിജാനി ത്വരീഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല, ആഖിറത്തിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ. അതുപോലെ എന്നാൽ മറ്റു ത്വരീഖത്തുകളൊക്കെ ദുനിയാവിനെ പോലെയാണ്. എൻതക്കലു മിനുഹ ഇല ത്വരീഖത്തുൽ അസ്ലിയ. അതൊക്കെ ആ ത്വരീഖത്തൊക്കെ തന്നെ യഥാർത്ഥ ത്വരീഖത്തിലേക്ക് മടങ്ങും. യഥാർത്ഥ ത്വരീഖത്ത് എന്താ? തിജാനിയ ത്വരീഖത്താണ്. മറ്റു ത്വരീഖത്തുകളൊക്കെ ദുനിയാവിനെ പോലെയാണ്. അതൊക്കെ വീണ്ടും ആഖിറത്തിലേക്ക് മടങ്ങാൻ അവർക്ക് നിർബന്ധവും. ഫകമാ ലാ യൻതഖലു മിൻ ആഖിറത്തി ഇലാ ഹദ്റത്തി ദുനിയ ലിഫനാഇഹ. ആഖിറത്തിൽ നിന്ന് നശ്വരമായ ദുനിയാവിലേക്ക് വരാൻ പറ്റാത്തതുപോലെ കദാലിക ലാ യൻതഖലു മിന തിജാനിയത്തി ഇലാ ഗൈരിഹ. തിജാനിയത്തിൽ നിന്ന് മറ്റു ത്വരീഖത്തിലേക്ക് പോകാൻ പറ്റില്ല. ആഖിറത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരാൻ പറ്റാത്തതുപോലെ തിജാനി ത്വരീഖത്തിൽ നിന്ന് മറ്റു ത്വരീഖത്തിലേക്ക് പോകാൻ പറ്റില്ല. ലിതനാഫി അഹ്കാമിഹ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും നിയമങ്ങൾ യോജിക്കൂല. തിജാനി ത്വരീഖത്തിൻ്റെ നിയമവും മറ്റു ത്വരീഖത്തിൻ്റെ നിയമവും ഒരുപോലെയല്ല, അത് യോജിക്കൂല. ആ കാരണം കൊണ്ടാണ് തിജാനി ത്വരീഖത്തിൽ നിന്ന് മറ്റു ത്വരീഖത്തിലേക്ക് പോകാൻ പറ്റൂല എന്ന് പറയുന്നതും മറ്റു ത്വരീഖത്തിൽ നിന്നൊക്കെ തിജാനി ത്വരീഖത്തിൽ വരാൻ പറ്റുമെന്ന് പറയുന്നത്. തിജാനിയത്തു അസ്ലിയത്തുൻ മബ്നിയത്തുൻ അലാ യദി അമീനുൽ വഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി കൊണ്ട് ചുമതലപ്പെടുത്തപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടുത്തുയർത്തിയതാണ് തിജാനിയത്ത്. അതുകൊണ്ട് അത് അസലിയായ ത്വരീഖത്താണ്. ത്വരീഖു കുല്ലുഹ ഇന്നമാ ഹുദിസത്
ലിയുതവസ്സലു ബിഹാ ഇല ത്വരീഖൽ അസ്ലിയ ലാ സായിദ. എന്നാൽ മറ്റു ത്വരീഖത്തുകളൊക്കെ ഉണ്ടാക്കപ്പെട്ട എന്തടിസ്ഥാനത്തിലാണ്? യഥാർത്ഥ ഈ ത്വരീഖത്തിലേക്ക് മടങ്ങാനുള്ള ഒരു വസീലയായിട്ട് മാത്രമാണ്, ഒരു മധ്യവർത്തിയായിട്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമല്ല. ഫഅലൈഹി ഹറുമ അഖ്ലൻ വതബഅൻ വആദതൻ വശർഅൻ അൻ യുൻതഖലു മിനൽ മഖ്സൂദി ബിദ്ദാത്തി ഇലൽ വസായിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി ചിന്തിച്ചാലും നിങ്ങളെ പ്രകൃതിപരമായി ചിന്തിച്ചാലും നിങ്ങളുടെ രീതികൾക്കനുസരിച്ച് ചിന്തിച്ചാലും ശരീഅത്തിലൂടെ ചിന്തിച്ചാലും ഒക്കെ ലക്ഷ്യത്തിൽ നിന്ന് തിരിച്ച് വസീലയിലേക്ക് മടങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റു ത്വരീഖത്തുകളൊക്കെ വസീലകളാണ്. തിജാനി ത്വരീഖത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ വസീലകളിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റും, പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വസീലയിലേക്ക് പോകാൻ പറ്റില്ല. മാർഗത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റും, ലക്ഷ്യത്തിൽ നിന്ന് മാർഗത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അതേപോലെ വസായിൽ കൽ വുദൂ ലി സ്വലാ, ഏതുപോലെ? നിസ്കാരത്തിൽ വുദൂ പോലെ. ഇന്നമാ ഖായിദത്തുഹു ബിസ്വലാത്തി ലാ ഗൈറ. വുദൂ എന്തിനാ? വുദൂനായിട്ട് ചെയ്യുന്നതല്ലല്ലോ. വുദൂ എടുക്കുന്നത് എന്തിനാ? നിസ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വുദൂ കൊണ്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. അതുപോലെയാണ് മറ്റു ത്വരീഖത്തുകളും തിജാനി ത്വരീഖത്തും. മറ്റു ത്വരീഖത്തുകളൊക്കെ വുദൂ പോലെയാണ്, തിജാനി ത്വരീഖത്തോ നിസ്കാരം പോലെയാണ്. ഫതുറുഖു വഖാ ഇന്തിഖാലു മിൻ ബഅദിഹാ ഇലാ ഗൈരിഹാ. മറ്റു ത്വരീഖത്തുകളൊക്കെ എന്താണ്? അതിലുണ്ടാവും അതിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുകയൊക്കെ ചെയ്യാം. കാരണം ലിഅന്നഹും ബനൂ ത്വരീഖത്തുഹും അലാ തലബിൽ ഫതഹ്. ആ ത്വരീഖത്തുകളൊക്കെ നിർമ്മിക്കപ്പെട്ടത് ഫതഹിനെ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ ഒരു ത്വരീഖത്ത് നിന്ന് വേറെ തിജാനി ത്വരീഖത്തല്ലാതെ മറ്റു ത്വരീഖത്തുകളിൽ നിന്നൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറാം, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? അതൊക്കെ ഫതഹിനെ ആഗ്രഹിച്ചിട്ടാണ് ത്വരീഖത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ത്വരീഖത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഫതഹിനെ ആഗ്രഹിക്കാൻ പാടില്ല. ഫതഹ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് സങ്കടപ്പെടാനും പാടില്ല. കാരണം നമ്മുടെ ത്വരീഖത്ത് ഫതഹിന് വേണ്ടി ഉണ്ടാക്കിയ ത്വരീഖത്തല്ല. ഫതഹ് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. മറ്റേതിനേക്കാളൊക്കെ എത്രയോ നമുക്കിതിൽ ഫതഹ് മാരിഫത്തോ കിട്ടുകയും ചെയ്യും, അതൊന്നും 100% ഉറപ്പാണ്. പക്ഷേ ഫതഹിന് വേണ്ടി ആവരുത് ഈ പരിപാടി. ഫതഹിന് വേണ്ടിയാണ് മറ്റു ത്വരീഖത്തുകളൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. ഫതഹ് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും. ബഹു അർദുൽ തമായി, അത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അതായത് ഫതഹ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മറ്റു ത്വരീഖത്തുകളിലൊക്കെ ആളുകൾ ബൈഅത്ത് ചെയ്യുന്നത്. എന്നാൽ തിജാനി ത്വരീഖത്തിൽ ഫതഹ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. ഫൈദാ ഹസല അല അർദിഹി അലാ യദി റജുൽ വഇല്ല ഇൻതഖല ലി ഗൈരിഹി. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്തുനിന്ന്, ഒരു വലിയൻ്റെ അടുത്തുനിന്ന് അവർക്ക് ഫതഹ് കിട്ടിയാൽ അവരവിടെ നിൽക്കും. അത് കിട്ടിയില്ലെങ്കിലോ അവരെ ഒഴിവാക്കി വേറെ അടുത്തേക്ക് പോകും. തിജാനി ത്വരീഖത്തല്ലാതെ മറ്റുള്ള അവസ്ഥ അതാണ്. ഒരു ശേഖിൻ്റെ അടുത്ത് നിൽക്കും, അവിടുന്ന് ഫതഹ് കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് എടുത്ത് മാറി വേറെ സ്ഥലത്തേക്ക് പോകും. ലിഅന്നഹു മാ സാഹിബുഹു ലില്ലാഹ്. കാരണം അവർ ആ ശൈഖിനെ പിന്തുടരുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ്. ഫഇന്നമാ സഹിബഹു വഹദമഹു വശർത അലൈഹിൽ ഹിദ്മത്തുൽ മാലിയത്ത് വൽ ബദനിയ. അപ്പോൾ അവർ ആ മുരീദ് ആ ഷെയ്ഖിനെ സുഹബത്തിലായി കഴിയുന്നത്, ഷെയ്ഖിൻ്റെ ഹിദ്മത്തിലായി കഴിയുന്നത്, ഷെയ്ഖ് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഹിദ്മത്ത് ചെയ്യാൻ അവർക്ക് ഷർത്ത് പറയുന്നത്, അതൊക്കെ എന്തുകൊണ്ടാണ്? ഇല്ലാ ലിയൗഹുദ ഉജ്റത്തഹു, ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മുരീദ് ഷെയ്ഖിനെ സുഹബത്തിലായി കഴിയുന്നതും ഹിദ്മത്തിലായി കഴിയുന്നത് എന്തിനാ? ആ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് ഒരു കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് എനിക്ക് ഫതഹ് കിട്ടണം എന്നുള്ള കൂലി. അപ്പോൾ ഒത്തിയഹുൽ മുസ്തരിത്ത്. അതുകൊണ്ട് തന്നെ ആ എന്ത് താല്പര്യത്തിനാണോ അത് അവർ ചെയ്യണത്, ഷെയ്ഖ് പറയാം എനിക്ക് ഫതഹ് വേണം എന്നാൽ എൻ്റെ ഹിദ്മത്തിലേക്ക് കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഹിദ്മത്തിലേക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഫതഹ് കൊടുക്കലും ഈ ഷെയ്ഖിന് നിർബന്ധമാവും. അപ്പോൾ അതൊരു ഒരു തൊഴിൽ പോലെയാണ്. ഒരാൾ തൊഴിൽ ചെയ്യുന്നു, വേതനം കൊടുക്കുന്നു. അതേപോലെ വഇല്ല വലമൽ അജീർ വഹുവ മിനൽ മുഹ്ബിതാത്തിൽ ആമാൽ. ഇനി ഈ ജോലി ചെയ്യുന്ന ആൾ, ഹിദ്മത്ത് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലോ അത് ആ പ്രവർത്തിക്ക് ഒരു പർപ്പസ് ഇല്ലാതെയും. അപ്പോൾ ഇയാൾ ഈ ഷെയ്ഖിനെ കൂടെ നടക്കുന്ന എന്തിനാ? ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ കാര്യം അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അതിനൊരു കാര്യമില്ല. ഫൈദസ്തഹദമഹു ലി അർദിൻ വലം യഖ്ലുസു അലൈഹി, അപ്പോൾ യഹ്സുലു അലൈഹി, അപ്പോൾ അവൻ ഈ താല്പര്യങ്ങൾ ഹിദ്മത്ത് ചെയ്തിട്ട് അവിടുന്ന് താല്പര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ
അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ലാജിം ഹു അക്കലൻ ഇന്തിക്കാലൻ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ അവൻ അവിടെ നിന്ന് മാറുന്നതിൽ നിർബന്ധം. ഇപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ അടുത്തൊരു മുരീദ് പോയി, തിജാനി അല്ലാത്തൊരു ഷെയ്ഖിൻ്റെ അടുത്താട്ടോ പോയി. എന്നിട്ട് അവന് ഒരാഗ്രഹം വിചാരിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഹിദ്മത്തിൽ മുഴുകി. എന്നിട്ട് ആ ഹിദ്മത്തിൽ മുഴുകിയിട്ട് ഈ ആഗ്രഹം നടക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകണം. കാരണം അവൻ്റെ ആഗ്രഹം അവിടെ നടക്കണില്ല. അപ്പോൾ മിൻ ഹദ്റത്തി ഹി ഇലാ റജുൻ ഐറുഹു, മറ്റൊരു വലിയിലേക്ക് അവൻ മാറണം. എത്തഹറു വയുസുലുഹു ലി അർദിഹി, എന്നിട്ട് ആ വലിയ അവനെ ശുദ്ധീകരിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിക്കുകയും ചെയ്യും. ഇതാണ് മറ്റു ത്വരീഖത്തുകളുടെയൊക്കെ രീതി. എന്നാൽ ഫഹാദിഹി ത്വരീഖത്തു എന്നാൽ നമ്മളെ ത്വരീഖത്തുണ്ടല്ലോ, തിജാനിയ ത്വരീഖത്ത്, എന്താണ്? മുജറദത്തുൻ മിൻ അവലിൽ മറ, തുടക്കത്തിൽ തന്നെ ഈ ആഗ്രഹം എന്നൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയ ത്വരീഖത്താണ്. നികുല്ലി ഹദ്ദിൻ വഖസ്ദിൻ, എന്ത് താല്പര്യം ഉണ്ടെങ്കിലും എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ആ താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അവിടെ പഠിക്ക് പുറത്ത് വെച്ചിട്ടും കൂടി വന്നാൽ മതി. അതൊന്നും നമ്മൾ ത്വരീഖത്തിൻ്റെ ആഗ്രഹങ്ങളേ അല്ല. ത്വരീഖത്തിൽ ഏതുവരെ ആഗ്രഹമല്ല, ഫത്ഹ് വരെ നമ്മൾ ത്വരീഖത്തിൻ്റെ ആഗ്രഹിച്ച് വരാൻ പറ്റില്ല. അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഫത്ഹ് ഗ്യാരണ്ടി തരാം ബയ്യത്ത് ചെയ്തോന്ന് പറയാൻ പറ്റൂല. ഫത്ഹ് ഇല്ലെങ്കിലും എനിക്ക് ഞാൻ ത്വരീഖത്ത് മതിയെങ്കിൽ മാത്രം നിന്നാൽ മതി. മരണം വരെ ഫത്ഹ് ആയില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. എന്നാൽ ഫത്ഹ് ആവുന്നുള്ള ഉറപ്പ് വന്നിട്ടുണ്ട്. വിശ്വാസങ്ങൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വലിയായിട്ടല്ലാതെ മരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണ്. പക്ഷേ അത് ആഗ്രഹിച്ചും കൊണ്ട് വരണ്ട. മൈന്നമാ യദ്ഖുലു മുരീദു ലില്ലാഹി ലാ ഗൈറ, അപ്പോൾ മുരീദ് ഈ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, വേറെ ഒരു ഉദ്ദേശവും കൊണ്ടല്ല. വഹുമിൻ അവൻ അതുകൊണ്ട് തന്നെ ആ ത്വരീഖത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന ഉടനെ വഹുമിൻ അക്കാബിൽ ആരിഫീൻ മുജറദുൽ അഹദ്, ബയ്യത്ത് ചെയ്ത ഉടനെ തന്നെ അവൻ അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ ഉന്നതരായ ഒരാളായി മാറും. അതായത് എന്ത് അടിസ്ഥാനത്തിൽ? അള്ളല്ലാത്ത വേറെ ലക്ഷ്യവും ഇല്ല എന്നുള്ളത്. അള്ളാഹിൻ്റെ ഉന്നതരായ ആരിഫീങ്ങളുടെ അവസ്ഥ എന്താ? അവർക്ക് അള്ളല്ലാത്തൊരു ലക്ഷ്യമില്ല. ഒരാൾ ബയ്യത്ത് ചെയ്യുന്ന സമയത്ത് അള്ളല്ലാത്തൊരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ ബയ്യത്ത് ചെയ്താൽ അവന് ആ ആരിഫീങ്ങളുടെ പദവിയിലെത്തും. ഫഖദ് ഹസല അലൽ കൻസ് അല്ലദീ തലബുഹു ഐറുഹു വ അർവാഹിഹിം വ അംവാലിഹിം ബിലാ ഖസദിൻ വലാ തഅറുദിൻ, അങ്ങനെ വഖദ് ഹസല അല കൻസ്, അവനെന്ത് ചെയ്തു? ഈ അകാബിരീങ്ങളായ ആരിഫീങ്ങളുടെ നിധിനെ അവൻ അതുകൊണ്ട് ഈ തിജാൻ ത്വരീഖത്തിൽ പ്രവേശിക്കുന്നതോട് തന്നെ നേടിയെടുത്തു. ഈ അകാബിരീങ്ങളായ ആരിഫീങ്ങൾ അവരെ ഏറ്റവും വലിയ നിധി എന്താ? വലിയ ആരിഫീങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? അവർ അള്ളാഹിൻ്റെ അടിമയാവാൻ വേണ്ടി മാത്രം ജീവിക്കുക, വേറെ ഒന്നുമല്ല. അതാണ് ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ അവസ്ഥ. ഈ മുരീദ് തിജാനിയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ആ ഒരു അങ്ങേയറ്റത്തെ ആ നിധിനെയാണ് അവൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ അല്ലദീ തലബഹു ഐറു, മറ്റുള്ളവരൊക്കെ തേടുന്ന ആ നിധിയാണ് അവൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. പിയർവാഹിയും അംവാലിഹിം, അവരുടെ റൂഹ് കൊണ്ടും അവരുടെ സമ്പത്ത് കൊണ്ടൊക്കെ അവർ തേടുന്നത് അതാണ്. പക്ഷേ ബിലാ ഖസദിൻ വലാത്ത അറുദിൻ, എന്നാൽ ഈ മുരീദിനത് കിട്ടിയ എന്താ? ഒരു തേട്ടവും ഇല്ലാതെ തന്നെ. അവനത് തേടിയിട്ട് തന്നെ ഇല്ല, വലാത്ത അറുദ്, അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. ഈ മുരീദ് അതിന് വേണ്ടി തേടിയിട്ടുമില്ല, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ അള്ളാഹു ഇവന് അത് കൊടുത്തു. ഓഫീദത്ത് അലൈഹി മറാത്തിബിൽ ഔലിയായ കുല്ലഹ, എന്നിട്ട് അവനിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മർത്തബുകളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുത്തു. ഇന്ദ അഖദിൽ ബൈഅത്തിൽ മുലഖിൻ, ആ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ. ഫയഹറമു അലൈഹി അഖലൻ ഇന്തിഖാല മിൻ മഖ്സൂദി ഇലൽ വസീലത്തി, അതുകൊണ്ട് തന്നെ അവന് ഹറാമാണ് ഈ വേറൊരാൾ ഷെയ്ഖിലേക്ക് മടങ്ങൽ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ആ ലക്ഷ്യത്തിൽ നിന്ന് മാർഗത്തിലേക്ക് മടങ്ങാൻ പാടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ. കാരണം ഈ ത്വരീഖത്ത് ലക്ഷ്യമാണ്. വാദത്തൻ വതബഅൻ വശറഅൻ, ഒരു ആദത്ത് പ്രകാരവും നമ്മൾ പ്രകൃതി പ്രകാരവും ശരീഅത്ത് പ്രകാരവും ഒക്കെ നമുക്ക് ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് മാർഗത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ത്വരീഖത്ത് ലക്ഷ്യമായതുകൊണ്ട് എല്ലാ ആരിഫീങ്ങളും എത്താൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അങ്ങേയറ്റത്തെ പോയിന്റ്, അതാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ നിന്ന് വേറൊരിടത്തേക്ക് പോകാൻ പറ്റില്ല. ലിഅന്നഹു ശർത്തഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മുലഖിൻ വശർത്തഹു അലാ മുരീദിൽ ദുഖൂൽ, കാരണം ഈ ഒരു നിബന്ധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഖദ്ദമിനും മുരീദിനൊക്കെ ഒരുപോലെ ഇതിൽ പ്രവേശിക്കാൻ കൊടുക്കുന്ന നിബന്ധനയാണ്. കമാ അന്നൽ ആഖിറത ബാഖിയത്തുൻ ബിബഖാഇ മുൽക്കില്ലാഹ്, ആഖിറം അള്ളാഹിൻ്റെ അധികാരത്തിൽ നിലനിൽക്കുന്നത് പോലെ കദാലിക ത്വരീഖത്തുൽ അസ്ലിയ്യത്തു ബാഖിയത്തുൻ ഉംറു ദുനിയ വ ഉംറുൽ ആഖിറ, തിജാനി ത്വരീഖത്തും ദുനിയാവിലും ആഖിറത്തിലും ബാക്കിയാവും. മറ്റു ത്വരീഖത്തിലൊക്കെ ദുനിയാവിലെ നിലനിൽക്കുള്ളൂ, ആഖിറത്തിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അതേസമയത്ത് തിജാനി ത്വരീഖത്തിൽ അങ്ങനെയല്ല, ദുനിയാവും ആഖിറത്തിലും അതിന് നിലനിൽപ്പുണ്ട്.
ഒരു ഘട്ടത്തിലും നമുക്ക് തിജാനി എല്ലാ തൗലിയാക്കന്മാരിലേക്ക് തിരിയാൻ പറ്റില്ല. ദുനിയാവിലും തിരിയാൻ പറ്റില്ല, ആഖിറത്തിൽ തിരിയാൻ പറ്റില്ല. കാരണം എന്താ? ഈ ത്വരീക്കത്ത് ദുനിയാവിലും ആഖിറത്തിലൊക്കെ നിലനിൽക്കുന്ന ത്വരീക്കത്താണ്. മറ്റു ത്വരീക്കത്തൊക്കെ ദുനിയാവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലിഅന്നൽ ആഖിറത മിൻ സിമാരിഹ വ അല്ലാത്തിഹ. ആഖിറത്തിലാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലങ്ങളും ഗുണങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആഖിറത്തിലാണ് തിജാനിൻ്റെ വലിപ്പം എല്ലാവരും അറിയാനും പോകുന്നത്. ഇവിടുന്ന് ആരും അറിയില്ല. അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. അവർക്ക് സാധാരണ ആൾക്കാരാന്ന് തോന്നിപ്പോവും. പരലോകത്ത് തിജാനികളുടെ വലിപ്പം കാണിക്കപ്പെടുമ്പോൾ മനസ്സിലാവും നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. വഖുല്ലു അഹ്ലി ഹാദിഹിൽ ആരിഫൂൻ. ഈ ത്വരീക്കത്തിലെ അഹലുകാരൊക്കെ, അതിൻ്റെ യഥാർത്ഥ അഹലുകാരൊക്കെ അവരെന്താണ്? അവർ ആരിഫീങ്ങളാണ്. വൈൻ ലഹറ ഖിലാഫുഹു ബിഹസ്ബിൽ ലവാഹിർ. ഇനി അവരുടെ ബാഹ്യമായ ഒരവസ്ഥ അതിനെതിരാണെങ്കിൽ പോലും, ബാഹ്യമായി ചിലപ്പോൾ ആരിഫീങ്ങളായി തോന്നൂല, പക്ഷെ എന്നാലും അവർ യഥാർത്ഥത്തിൽ ഉള്ളിൽ ആരിഫീങ്ങളാണ്. അള്ളാഹ് എന്നുള്ള നീയത്ത് മാത്രമേ അവർക്കുള്ള ഈ ത്വരീക്കത്തിൽ എന്ന കാരണം കൊണ്ട്. ഫഹും ആരിഫൂനൽ ആയിമൂൻ ഫീ ബിഹാരിൽ ഹഖീഖത്തി വ ശരീഅത്തി വ ത്വരീഖ. അവർ ഒരു സാധാരണക്കാരായ ആരിഫീങ്ങളാണ്. അല്ല, ആയിമൂൻ അവർ മുങ്ങുന്നവരാണ്. ഫി ബഹരിൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെയും ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഒക്കെ സാഗരത്തിൽ മുങ്ങുന്ന ആരിഫീങ്ങളാണ് യഥാർത്ഥത്തിൽ അവർ അള്ളാഹ് എന്നുള്ള ലക്ഷ്യം മാത്രം വെക്കുന്നവരായതുകൊണ്ട്. വൽ ആരിഫു ലാ യുഫാരിഖു സുന്നത്ത് ഫി ദുനിയ വൽ ആഖിറ. ആരിഫിൻ്റെ പ്രത്യേകത എന്താ അറിയുക? ആരിഫ് ദുനിയാവിലോ ആഖിറത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യനെ ഒരിക്കലും വേർപെടുകൂല, അതിൽ നിന്ന് വേർപെടുത്തൂല. അതിലും ആ ചര്യ പിൻപറ്റുന്നവരായിരിക്കും. വബിഹ വസല വ അറഫ. കാരണം ആ ഒരു ചര്യ പിൻപറ്റിയത് കൊണ്ടാണ് അവർ അള്ളാഹുവിൽ എത്തിച്ചേർന്നതും, ആ ചര്യ പിൻപറ്റിയത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ അറിഞ്ഞതും.